ആദ്യ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകം, അങ്ങനെ 66 പുസ്തകങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ എരിവ് കാണപ്പെടും എനിക്കറിയാം. പിന്നെ അറിയാത്ത എരിവ് കാണപ്പെടും എനിക്കറിയാം. പിന്നെ അറിയാത്ത ആരെയും. ഉൽപ്പത്തി പുസ്തകത്തില മരണം പ്രവേശിക്കുന്നത്, വെളിപ്പാട് പുസ്തകം പ്രവേശിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഇനി മരണം ഉണ്ടാകുകയല്ല, കൊലപാതകമൊന്നുമില്ല. അങ്ങനെ ഉൽപ്പത്തി പലതിന്റെ ആരംഭമാണ് നമുക്കറിയാം, വെളിപ്പാട് പലതിന്റെയും അവസാനവും. പുസ്തകങ്ങൾ വളരെ താരതമ്യ പഠനം നല്ലതാണ്. ആദ്യ പുസ്തകവും അത് 5 പുസ്തകങ്ങളായിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നത്. ഏതാണ്ട് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളും ഈ സങ്കീർത്തനത്തിലെ 5 പുസ്തകം, 150 സങ്കീർത്തനത്തിലെ 5 പുസ്തകം ഇത് തമ്മിൽ യോജിപ്പുണ്ട്. അവിടെ ഇതിലെ സിംഹഭാഗ സങ്കീർത്തനങ്ങളും ദൈവത്തിന്റെ ദാസനായ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ്. വേദപഠിതാക്കളിൽ പലരും അഭിപ്രായപ്പെടുന്നത് 150 സങ്കീർത്തനത്തിൽ ഏതാണ്ട് 100 സങ്കീർത്തനവും ദാവീദ് എഴുതിയെന്നാണ്. പിന്നീട് മറ്റു ചിലരും സങ്കീർത്തനം എഴുതി. കോരഹപുത്രന്മാർ സങ്കീർത്തനം എഴുതി. കോരഹിന് 3 പിള്ളേരാണ്, അസൂർ, എൽക്കാന, അബിയാസാവ്. 6:24 എന്ന് വായിച്ച് പുറപ്പാട് 6:24. കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാവ്. അപ്പൊ അവര് 3 പേര്, അസൂർ, എൽക്കാന, അബിയാസാവ്. ആ കോരഹപുത്രന്മാർ ചേർന്ന് ചില സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇനി അടുത്തത് ആസാഫിന്റെ സങ്കീർത്തനമുണ്ട്. ലേവി ഗോത്രത്തിൽ കോരയ്ക്ക് കുലത്തിൽ ബേരക്യാവിന്റെ മകനാകുന്ന ആസാഫ്. അത് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിന്റെ എനിക്ക് തോന്നുന്നത് 17 മുതലുള്ള തിരുവചനത്തിലാണ് ദാവീദ് പാട്ട് പാടുവാനായിട്ട് നിയമനം കൊടുത്ത കൂട്ടത്തിൽ ആദ്യം ഈ കോരഹിന്റെ ആസാഫിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിന്റെ 18 മുതൽ അവൻ ലേവിയെ തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആസാഫിന്റെ പേരുണ്ട്. വായിച്ച് എടുത്തെങ്കിൽ വായിരുന്നു. അങ്ങനെ ലേവ്യർ യോവലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബെരക്യാവിന്റെ മകനായ ആസാഫിനെയും. അപ്പോൾ ലേവി ഗോത്രത്തിൽ കോരയ്ക്ക് കുലത്തിൽ ബേരക്യാവിന്റെ മകനാകുന്ന ആസാഫ്. ഈ ആസാഫിനെ തലവനാക്കിയെന്ന സങ്കീർത്തനത്തിൽ ഈ സംഗീത ശുശ്രൂഷയ്ക്ക് 16:4 തോന്നുന്നു വായിച്ചേ. വലത്ത് വശത്ത് മേളില് അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. ആസാഫ് തലവൻ. അപ്പോൾ സംഗീത ശുശ്രൂഷ ചെയ്യുന്നവരും ഇങ്ങനെ ആയിരിക്കണം. സ്തോത്രവും കീർത്തനവും ദൈവത്തിന് വന്ദനവും ഒക്കെ ചെയ്യണം. ഇവിടെ സംഗീത ശുശ്രൂഷ ചെയ്യുന്ന 2 ദൈവദാസന്മാർ, അതുകൊണ്ട് വളരെ ഭംഗിയായിരിക്കുന്നു. അതിലൊരാളെ ചെറുപ്പം മുതലേ പരിചയമാണ്, ജോമോൻ. വേറെ സാംസൺ ഒഫീഷ്യൽ. അങ്ങനെ ദൈവത്തിന് മഹത്വം കുഞ്ഞിലെ മുതലേ അറിയാം, ദൈവത്തിന് മഹത്വം. അപ്പോൾ അവരെ 2 പേരും ദൈവകൃപയോടെ, ദൈവ സഹായത്തോടെ ദൈവകൃപയിൽ നിന്നായി ശുശ്രൂഷ ചെയ്യുന്നത്. ഇന്ന് എല്ലാവരുടെയും കാര്യമല്ല, ചില ദൈവത്തെ ആരാധിക്കുന്നതിന് ഐമേനിയെന്നോ തിരുമേനിയെന്നോ ഒന്നുമില്ല. ശുശ്രൂഷയുടെ തലവൻ ഒന്നുകൂടെ വാക്യം വായിച്ച് കർത്തദാസനെ. അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. ആസാഫ് തലവൻ. ഒരു കപ്പ് കെട്ടുകാരനെ എനിക്ക് പിടിക്കാൻ ഗ്യാസിൽ ചൂട് വന്നു കഴിഞ്ഞാൽ തൊടാനൊക്കത്തില്ല. അപ്പം കപ്പുണ്ടോ? അവനെ കപ്പുണ്ടോ? ചെറിയ കപ്പുണ്ടോ? എനിക്ക് പിടിച്ചു കുടിക്കാം. നല്ല കപ്പുണ്ടെന്ന് ചോദിച്ചപ്പോൾ വലിയ മങ്കെടുത്തുണ്ടോ? അപ്പൊ ഇവിടെ സംഗീത ശുശ്രൂഷയുടെ തലവനായിട്ട് ലേവി ഗോത്രത്തിൽ കോരയ്ക്ക് കുലത്തിൽ ബേരക്യാവിന്റെ മകനാകുന്ന ആസാഫ്. നിങ്ങൾ ചില സംഗീത ശുശ്രൂഷക്കാരെ ശ്രദ്ധിച്ച് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ.
അവരുടെ ആ പ്രോഗ്രാം നടക്കാൻ മാത്രമേ ഒരു ഭയങ്കര ഇളക്കോ എല്ലാവരെയും ഇളക്കുകയും ചാട്ടം, അത് കഴിയുമ്പോൾ അവരിത് ശ്രദ്ധിക്കത്തില്ല. അവർക്ക് ആരാധനയൊന്നും ആടെ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല, ഉപദേശമായി പറയുന്നു. ദൈവത്തിന് മഹത്വം. ചിലര് യോഗ്യമായിട്ടല്ല വരുന്നതും ഈ ശുശ്രൂഷകൾ ചെയ്യുന്നതും. അങ്ങനെയൊക്കെ ഇപ്പൊ പറയുന്നുള്ളൂ. ഇത് ഒരു ദിവസത്തെ യോഗമല്ലേ, അതുകൊണ്ടാണ്. അവൾ ആശ്രമ ചില സങ്കീർത്തനങ്ങൾ പാടി ലേവി ഗോത്രത്തിൽ കോരക് കുലത്തിൽ ബേരയ്യാവിന്റെ മകനാകുന്ന ആസാഫ്. അപ്പോൾ തന്നെ ശലോമോന്റെ സങ്കീർത്തനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശലോമോൻ യെദുഥൂൻ എഴുതിയ സങ്കീർത്തനം ഇതിനകത്തുണ്ട്. യെദുഥൂൻ അതും സംഗീത ശുശ്രൂഷയ്ക്ക് നിയമനം കൊടുത്ത കൂട്ടത്തിലുള്ളതായി യെദുഥൂൻ. പിന്നീട് നാം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും എസ്രാ ശാസ്ത്രി 119 സങ്കീർത്തനം അദ്ദേഹത്താൽ എഴുതപ്പെട്ടെന്ന. അതുകൊണ്ട് ആ 119 സങ്കീർത്തനത്തിന്റെ നിന്റെ പ്രമാണം, നിന്റെ ചട്ടം, നിന്റെ കൽപ്പന, ഇങ്ങനെയുള്ള പങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എസ്രാ ശാസ്ത്രിയുടെ സങ്കീർത്തനം. പിന്നീട് നാം പഠിച്ചു വരുമ്പോൾ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ പ്രാർത്ഥനയാണ് 90 സങ്കീർത്തനം. പശ്ചാത്തല ഭാഗം പഠിക്കുന്നവർക്കറിയാം, തന്റെ ജ്യേഷ്ഠൻ അഹറോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, അഹറോനെയും അവന്റെ മകൻ എലയാസറിനെ കൂടെ കൂട്ടിക്കൊണ്ട് ഹോർ പർവ്വതത്തിൽ വരണം. അഹരോന്റെ വസ്ത്രം ഊരി എലയാസറിന് കൊടുത്തു. അഹരോൻ അവിടെ വെച്ച് മരിച്ച് ജനത്തോട് ചേർന്നു, അവിടെ അടക്കി. ഇസ്രായേൽ മക്കൾക്ക് വലിയ സങ്കടമുണ്ടായി. അവര് അഹരോനെ ഓർത്ത് വിലപിച്ചു. ഏറെ ദിവസം കഴിഞ്ഞു. ഇപ്പോഴത്തെ കരച്ചിൽ പോലെ. ഇപ്പൊ അന്നാലും ഒരു ചെറിയ ഇത്, ഞാനതിനെതിരല്ല, കഴിക്കാനല്ലേ മേടിച്ചു. നല്ലൊരു 5-6 പാക്കറ്റ് മേടിച്ച് വണ്ടിക്കകത്ത് വെക്കുന്നു. വെറുതെ കിട്ടുന്നതല്ലേ, ഒന്നാന്നേ സഹിക്കാം. ഫ്രീ ആയിട്ട് കിട്ടുക, എന്ത് ഫ്രീ ആയിട്ട് കിട്ടിയാലും മേടിച്ച് മേടിക്കുന്നവർ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നത്. പരുങ്ങുന്നു. അവൾ അഹരോൻ മരിച്ചപ്പോൾ ഇസ്രായേല് വളരെ ഭാരപ്പെട്ട് വിലപിച്ചു. അവൾ ഭാരപ്പെട്ട ഇസ്രായേൽ മക്കൾക്ക് പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് അവരെ പിടിച്ചു ചേർത്തുവാൻ മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് 90 സങ്കീർത്തനം. കാണാൻ അറിയാമല്ലോ, പേടിയായതുകൊണ്ടാണ് പറയാത്തെന്നറിയാം. തുടക്കം അങ്ങനെയാണ്. പാസ്റ്റർമാര് പറയരുത്, പറക്കം പറ. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇത് വായിക്കുമോ? തുടർമാനമായിട്ട് വായിച്ചു വരുന്നവര് വായിച്ചു നോക്കുള്ളൂ. അല്ലാതെ മറിക്കുമ്പോൾ 90 വേണ്ട, 91 നടക്കാന്ന് പറയും. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടായതിനും പൊടിയിലേക്ക് മടങ്ങി ചെയ്യുമാറാക്കുന്ന മനുഷ്യ പുത്രന്മാരെ തിരികെ വരുവനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരങ്ങൾ നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞ പോലെ ദിവസം പോലെ രാത്രിയിലെ ഒരു യാമം പോലെ ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അതാ, നീ അവരെ ഒഴുക്കി കളയുന്നു. ആരെ ഒഴുക്കി കളയുന്നു? ഗുണം പിടിക്കാത്തവനെ എല്ലാം ഒഴുകി. മനുഷ്യന്റെ ക്ഷണികത, നൈമിഷികത, അവൻ എത്ര ക്ഷണികൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറയുകയാണ്. അതിനകത്തോണ്ട് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഇതൊക്കെ ദൈവത്തോട് ചോദിക്കണം. ഞാൻ എത്ര കൊല്ലം ജീവിച്ചിരിക്കും? നോട്ടോ ഇപ്പം കണ്ട ഈ ആഴ്ച തയ്ക്കുകയല്ലെന്ന് പറഞ്ഞാൽ ചൊല്ലിയിരിക്കുന്ന ഒന്നും വരാതിരിക്കട്ടെ. പക്ഷെ ഈ ആഴ്ച തയ്ക്കുമെന്ന് അവൻ്റെ യോഗം കൂടെ കൂടിയിട്ട് പോകാൻ നിർത്ത് വന്നതാണ്. അങ്ങനൊന്നും വരും, ഒരു ദോഷവും വരികയില്ല. സന്തോഷിച്ചിരുന്നു. പക്ഷെ ദൈവത്തോട് ചോദിക്കണം, ഞാനിനി എത്ര നാൾ ജീവിച്ചിരിക്കും? എന്തിനാ ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത്? സ്തോത്രം. ഇതൊക്കെ ചിന്തിക്കണ്ടേ? ചോദിക്കണം ദൈവത്തോട്. ഞാൻ UK പോകുന്നത് എന്നാണല്ലേ ചോദിക്കണ്ടേ? പോക്കോ, കാലിഫോർണിയക്ക് ഞാൻ എന്ത് പോകും കർത്താവേ? അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ എന്നും ചോദിക്കണം, കർത്താവേ, ഞാൻ ഇനി എത്ര നാൾ ഗുണമുണ്ട്? ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ
ഉപദേശിക്കണം. ഇതൊക്കെ ചോദിക്കണം. മനുഷ്യ ജീവിതം ക്ഷണികമാണ്. ഇന്ന് രാത്രി ഇങ്ങനെ കേൾക്കുന്ന ബഹുമാനിയായി പ്രിയപ്പെട്ടവരോട് പറയാ, നമ്മുടെ ജീവിതം ക്ഷണഭംഗുരമാണ്. ക്ഷണഭംഗുരം. ഷൂ എന്നൊരു ശബ്ദം കേൾക്കും, വെള്ളം കാണുകയല്ല. ഇതുപോലെ മനുഷ്യ ജീവിതം. ചാഞ്ഞു പോകുന്ന നിഴല് പോലെ, പുരപ്പുറത്തെ പുല്ല് പോലെ, ആവി പോലെ, നിലത്തൊളിക്കുന്ന വെള്ളം, വയലിലെ പൂക്കളെ പോലെ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ ഇരുമ്പും ഒക്കെ കണ്ടാൽ ചിരഞ്ജീവിയായിട്ട് ഇവിടെ ഇരിക്കുമെന്നുള്ള രീതി അമൃതത്തിൽ കഴിച്ച് ചിരിക്കും പോലെ. പാലാഴി കടഞ്ഞത് പേച്ചന്റെ കൊണ്ട് തന്നു, അത് കുടിച്ചേച്ച് കരിക്കത്ത് കയറി ഇരിക്കുക. നീ സൂക്ഷം ചാകും. അതിവിടെ പറയാനാ ഞാൻ വന്നേ. നീ ചാകും. ഒരു കാര്യം, നീ ചാകുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യം യേശുവിനെ രക്ഷിതാമായി സ്വീകരിക്കണം. അതിനായി ഇന്ന് രാത്രി ഈ മിറ്റൽ അല്ലെങ്കിൽ ഈ ശബ്ദപരിധിയിൽ അവനിങ്ങനെ യോഗം ഇട്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം, അവൻ തങ്കച്ചാ, നീ ആരും നിന്റെ കണ്ണടയുന്നതിന് മുന്നേ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. പ്രാണൻ പോലും ആത്മാവിന് രക്ഷയെ നേടിയിടുക. നിൻ പ്രാണൻ പോലും ആത്മാവിന് രക്ഷയെ നേടിയിടുക. ശ്രീയേശുപാദേ വരുമോ നീ വേഗം, ഓ ശ്രീയേശുപാദേ വരുമോ നീ വേഗം. ഓ ശ്രീയേശുപാദേ വരുമോ നീ വേഗം, ശ്രീയേശുപാദേ വരുമോ നീ വേഗം. കാലത്ത് കളയാതെ നീയതു മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം അവയും നിഴൽ പോലെ. നീയതു മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം അവയും നിഴൽ പോലെ. ഇന്ന് രാത്രി നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവൻ മരണത്തിന്റെ കരത്തകരം അല്ലെങ്കിൽ തണുത്തകരമെന്ന് തപ്പുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് നല്ല അവസരം ദൈവം തരിക. 5 പൈസ കൊടുക്കണ്ട, അര കാശ് പോലും മുടക്കണ്ട. സ്തോത്രം. തെക്കോട്ടും വടക്കോട്ടും വന്ന് നടന്നതിന്റെ ഊപ്പാടും വരികയല്ല. നടക്കാൻ കണ്ട് നടക്കുന്ന അവസാനം പിന്നെ തുണിയൊക്കെ ചുറ്റുകാല് ഒരു തള്ള തന്നെ വയ്യ. ഞാനും പാത്താന് ചോദിച്ചു, ഇങ്ങോട്ടെങ്ങനെ? ഇങ്ങോട്ട് വണ്ടിയിലേ വരുവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ആയിക്കോട്ടെ, കുറ്റമല്ലി പറയുന്നത്. എങ്ങനെയും രക്ഷപ്പെടുവന്നോടത്തായി തോപ്പം നടക്കുന്നത്. 5 പൈസ നീ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട. നീ ഇരിക്കുന്ന ഇടത്തിരുന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. അങ്ങോട്ട് അടുത്ത് വരുന്ന ദൈവമാണല്ലോ. ദൈവത്തെ കാണാൻ അങ്ങോട്ട് ചെല്ലണ്ട, നീ ഇരിക്കുന്നിടത്ത് വരും ദൈവം. കാരണം മറ്റൊന്നുമല്ല, ജീവനുള്ള ദൈവമാണ്. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ശരികമായ ജീവിതമാണ്. ഫോൺ പിന്നെ അവിടെ ഇരുന്നാണ് ഫോൺ ചെയ്യുന്നത്. ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യാന്ന് വെച്ചാ ആരാ വിളിച്ചത്? വാസ്തുക്കളാണ്. വാർത്തക്കും ബോധമില്ല, രോഗമാണുള്ളത്. ഏത് വാർത്തകളാണ്? അപ്പൊ ശ്രദ്ധിച്ചേ, ഒരു കാര്യം ഇന്ന് രാത്രി പറയാം. നമ്മുടെ ജീവിതം ക്ഷണികമാണ്. അതായത് കൊടുത്തിരിക്കുക അഗ്നി സംതപ്ത ലോകസ്ഥാമ്പ് ബിന്ദുന സന്നിപം അർത്ഥജന്മം ക്ഷണമങ്കുരം. ചുട്ടുപിടിപ്പിച്ച ഇരുമ്പിന്റെ പുറത്തൊരു തുള്ളി വെള്ളം വീഴും പോലെ ആണ് മനുഷ്യ ജീവിതം. ക്ഷണഭങ്കുരമാണ്. ഈ ക്ഷണിക മനുഷ്യ ജീവിതം 2 വിഷയത്തിൽ അധിഷ്ഠിതമാണ്. ഒന്ന് ക്ഷണികത, 2 നിത്യത. ആ ക്ഷണികതയാണ് നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ്.
അത് 10, 20, 30, 50, 60, 70, 80 ദൈവം തരുന്ന ആയുസ്. പക്ഷേ വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ അത് ക്ഷണികതയാണ്. സ്തോത്രം. എന്നാൽ ഇതിനപ്പുറമാണ് നിത്യമാണ്. അത് എത്ര കാലം കൊണ്ടെന്ന് ആർക്കും നിർവചിക്കാനും നിർണയിക്കാനും ഒക്കത്തില്ല. അതൊക്കെ സർവാധികാരിയായ ദൈവത്തിന്റെ പക്കലാണ്. പക്ഷെ ആ നിത്യത ഉറപ്പാക്കേണ്ടത് ഈ ക്ഷണികമായ ജീവിതത്തിലാണ്. അതിനാ ദൈവം നമുക്ക് ആയുസ് തന്നിരിക്കുന്നത്. അതിനൊറ്റ മാർഗമേ വേദപുസ്തകം പഠിപ്പിക്കുന്നുള്ളൂ. യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിക്കണം. ദൈവത്തിന്റെ മകത്വം. ഈ പ്രവർത്തകരായ തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തകർ എന്ന് തന്നെ ഉദ്ദേശം ഉന്നതമാണ്. വല്ല വിധേനയും ആരെങ്കിലും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. സ്തോത്രം. അത് എല്ലാ ഭാഗവും എടുക്കുന്നില്ല. 90-ാം സങ്കീർത്തനം മോശയുടെ പ്രാർത്ഥനയാണ്. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് 91-ാം സങ്കീർത്തനമാണ്. അപ്പൊ അജ്ഞാന സങ്കീർത്തനമുണ്ട്, ആരോപണ സങ്കീർത്തനമുണ്ട്, അവരോപണ സങ്കീർത്തനമുണ്ട്, ശാപ സങ്കീർത്തനമുണ്ട്, അശിക സങ്കീർത്തനമുണ്ട്, ഇടയ സങ്കീർത്തനമുണ്ട്, പ്രേമ സങ്കീർത്തനമുണ്ട്. സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമാണ്. വിശേഷിച്ച് വേർപെട്ട ദൈവമക്കളുടെ ഒട്ടുമിക്ക ശുശ്രൂഷകളിലും സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പം വിവരദോഷികളാകുന്ന കുറെ ഉപദേശിമാരുണ്ട്. അവര് പറഞ്ഞ സങ്കീർത്തനമൊന്നും വായിക്കണ്ടെന്നാ. അങ്ങനെ ബാംഗ്ലൂർ പോയി കിട്ടിയതാണ്. കൊട്ടാരക്കരയിലും അതിന്റെ അതിന് വാങ്ങലുണ്ട്. സങ്കീർത്തനമൊന്നും വായിക്കണ്ടെന്ന്. ഇതിനെല്ലാം നല്ല ബുദ്ധി ഉണ്ടാകണേ. അല്ല നമ്മൾ തന്നെ ചെയ്യാന്. സങ്കീർത്തനം കർത്താവ് തെളിയിച്ചപ്പോ സങ്കീർത്തനത്തിൽ തെളിയിച്ചല്ലോ. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് കൂടെ നടന്നപ്പോഴേ അവിടുന്ന് സങ്കീർത്തനത്തിന് എത്രയോ വാക്യമെടുത്ത് ഉദ്ധരിച്ചു. അപ്പോസ്തലന്മാര് മിക്കവരും സങ്കീർത്തനത്തിൽ നിന്ന് വാക്യമെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആനിമസഭയിലെ പീഡ വന്നു. ആ പീഡ വരാൻ കാരണം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ നിന്ന് മുടന്തൻ സൗഖ്യമായി. പത്രോസ് യോഹന്നാൻ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ഭിക്ഷ കിട്ടുമെന്ന് കരുതി ചോദിച്ചു. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. ഇവര് പറഞ്ഞു ഞങ്ങൾക്കില്ല, നിങ്ങൾ കൊണ്ടുവരിക വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നേരെ തിരിച്ച ഞങ്ങൾക്കില്ല, നിങ്ങളെല്ലാം ഊരി നിങ്ങളെല്ലാം നിന്ന് കമ്മലിന്റെ കുട ഊരുക. രോഗഭാഗത്ത് നടത്തേണ്ടി വരും. മൂക്കാണ് എല്ലാവരും പെരക്കാത്തോട്ട് കയറണം. നിങ്ങൾ അകത്തിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കും. രോഗം മുടക്കുകയല്ല, നേരെ അകത്തോട്ട് കയറിക്കണം. അപ്പൊ ഞാനിവിടെ തന്നെ ഇരിക്കുള്ളൂ. നിങ്ങൾ എന്നിട്ട് പോകരുത്, നേരെ ഇങ്ങോട്ട് കയറണം. അപ്പൊ ശ്രദ്ധിക്കുക, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ നടക്കാൻ പറഞ്ഞു. ക്ഷണത്തിൽ അവന് നരിയാണി ഉറച്ചവൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവാലയത്തിൽ ചെന്നു. അവനെ തുള്ളിച്ചില്ല, അവനെ ഇപ്പൊ നമ്മൾ അവനെ തുള്ളിപ്പിക്കുക. ഒരിക്കൽ കൂടെ ശക്തിയോട് ബ്രദറിൽ കൂടെ തുള്ളിയാണ്ട് ഇപ്പോൾ എന്തോ സംഭവിച്ചു. ഉടനെ പറഞ്ഞ ആ ബ്രദർ ഈ ബ്രദറിനെ കൊണ്ടപ്പോ ആ ബ്രദർ റിയലി ഏതാണ് പാട്ട് പിടിച്ചവനെല്ലാം കൂടെ. അങ്ങനെ അവിടെ വലിയ ഗാനം വന്നിട്ടില്ല. അപ്പൊ ശ്രദ്ധിക്കില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു. അവരുടെ നരിയാണി കുറച്ചു. പക്ഷേ ശക്തമായ പീഡയും പ്രയാസവും വന്നു. അപ്പോൾ ഈ പീഡയേറ്റ ദൈവമക്കൾ, പ്രയാസം അനുഭവിച്ച ദൈവമക്കൾ ആദിമസഭ വന്ന് സഭയോട് ഈ കാര്യം പറഞ്ഞു. ഞങ്ങളെ ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആദിമസഭ സങ്കീർത്തന ഉരുവിട്ടാ പ്രാർത്ഥിച്ചത്. ഒന്ന് വായിച്ചോ. 4-ാം അധ്യായത്തിന്റെ 23, 24, 25. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 23 മുതൽ വായിച്ചു. വിട്ടയച്ച ശേഷം ജാതികൾ ഗ്രഹിക്കുന്നതും വിട്ടയച്ച ശേഷം അങ്ങനെ വായില്ലേ. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. ഇത് കേട്ടിട്ടവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും സകലതും ഉണ്ടാക്കുന്ന നാഥനെ. അടുത്ത വാക്യം,
ജാതികൾ കലഹിക്കുന്നതും. അത് രണ്ടാം സങ്കീർത്തനമാണ്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വർത്തമാനവും നിരൂപിക്കുന്നത് എന്ത്? ഭൂമിയിൽ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്തു. അപ്പോൾ ആദിമസഭയ്ക്ക് പീഡനം ഉണ്ടായപ്പോൾ ആദിമസഭയിലെ അപ്പോസ്തലന്മാർ, പത്രോസ് അടക്കമുള്ളവർ, അവന് സഭയുടെ പോപ്പ് അടക്കമുള്ളവർ അവന് സങ്കീർത്തനം ഉരുവിട്ടാ പ്രാർത്ഥിച്ചത്. അതായത് ആ കുറെ വട്ടന്മാരെല്ലാം കൂടെ ഇറങ്ങിച്ച് പറയാ ഇതൊന്നും പറയരുതെന്ന്. ഇവനെല്ലാം നല്ല ബുദ്ധി കൊടുക്കണേ, അതേ നമുക്കൊക്കെ ഉള്ളു. പ്രാർത്ഥന അല്ലാതെ ഇപ്പം വേറെ എന്നാ ചെയ്യാൻ? സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ട്. ഒരു വിവാഹ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷയ്ക്ക് ഒരു ഭൂഷമാണ്. അതിന് ആ സങ്കീർത്തനം വായിച്ചാൽ തന്നെ നോക്കൂ. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക. പിന്നെ കുമാരി പറ. കുമാരിമാരെല്ലാം വന്നിരിക്കുകയല്ലേ, ജാറ്റമണി ഉണ്ടേലും പറ. മറക്കുന്നുണ്ടോ? കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് 25 കൊല്ലം ഇപ്പോഴും ആങ്ങളയുടെ കനം പറയുക. എൻ്റെ മൂത്ത ആങ്ങള അവനോടാ നിൽക്കുന്ന, ബൈക്കിന്റെ പുറകെ ഇരിക്കുക. എന്നാലും എൻ്റെ ആങ്ങള അന്തപുരത്തിലെ രാജകുമാരി. പിന്നെ അമ്മാമ തുറന്നു നോക്കുന്നത് അന്തപുരത്തിലിറങ്ങി ചന്തമേറും ജോബമൂല. അന്തപുരത്തിലിറങ്ങി ചന്തമേറും ജോബമൂല. അന്തപുരത്തിലിറങ്ങി ചന്തമേറും ജോബമൂല. Quiero
ദൈവത്തെ മഹത്വപ്പെടുത്താം. അവളൊരു വിവാഹ ശുശ്രൂഷയിൽ 45-ാം സങ്കീർത്തനം വായിക്കുന്നത് അന്ന് വിവാഹിതരാകുന്നവർക്കും നേരത്തെ വിവാഹിതരായവർക്കും ഇനിയും വിവാഹിതരാകാൻ പോകുന്നവർക്കും ഒക്കെ ഒരു അനുഗ്രഹവും സന്തോഷവും ഒക്കെ തരുന്ന സങ്കീർത്തനമാണ് 45. അതുപോലെ ഒരു ശവസംസ്കാരം നടക്കുന്ന ഭവനത്തിൽ ചെല്ലുമ്പോൾ 90-ാം സങ്കീർത്തനം വായിക്കുന്നത് അതീവ ദുഃഖത്തിലായിരിക്കുന്നവർക്ക് ആശ്വാസവും പ്രത്യാശയും ധൈര്യവും ഉളവാക്കുന്നതാ 90-ാം സങ്കീർത്തനം. ഒരു കുഞ്ഞിനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുമ്പോൾ ഒരു സങ്കീർത്തനം വായിക്കും. മക്കളെ അതിന്റെ അവകാശം, ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം, വീരന്റെ കയ്യിലെ അസ്ത്രം അങ്ങനെയാകുന്നു. അതൊക്കെ വളരെ അനുഗ്രഹമാണ്. ഒരു ഭവനം ദൈവം നമുക്ക് തരുമ്പോൾ ഈ ഭൂമിയിൽ പാർക്കാൻ അതും പ്രാർത്ഥിച്ച് സമർപ്പിക്കുമ്പോൾ ഒരു സങ്കീർത്തനം വായിക്കുന്നത് തെറ്റൊന്നുമല്ല. നിന്റെ കാഴ്ചയുടെ അധ്വാനബലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിന്റെ ഭാര്യ എങ്ങനെയാന്നുള്ളത് ദൈവത്തിന് അറിയാം. നിന്റെ വീട്ടിലാണോ? എന്നാലും അതൊരു അനുഗ്രഹമാണ് സങ്കീർത്തനം. ഒരു യാത്ര പോകുമ്പോൾ ദൈവദാസന്മാരോട് പറഞ്ഞ് അവരും വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സമയമുണ്ടെങ്കിൽ ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ, അങ്ങനെ ഈ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് ഞാൻ അധികം വിവരിക്കുന്നില്ല. 90-ാം സങ്കീർത്തനം പടീനിമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ പ്രാർത്ഥന. നമ്മൾ 91-ാം സങ്കീർത്തനം 10-ാം വാക്യം വായിച്ചത് വേദപണ്ഡിതാക്കൾ പറയുന്നത് 91-ാം സങ്കീർത്തനം യോശുവയുടെ സങ്കീർത്തനമാണ് പറയുന്നത്. 90 മോശ എഴുതി, 91 യോശുവ എഴുതി. എന്ന മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ച ആളാ യോശുവ. യോശുവ കൂടാരം വിട്ട് പിരിഞ്ഞില്ലെന്ന തന്നെയല്ല, മോശയെ പർവ്വതത്തിലോട്ട് പ്രമാണം വാങ്ങാൻ പോയപ്പോൾ യോശുവയെ കൂടെ കൂട്ടിക്കൊണ്ടാ പോയത്. ഇങ്ങനെ പിടിക്ക നിൽക്കുക. അങ്ങനെയൊക്കെ പിടിക്ക നിന്നവനെ എല്ലാം ദൈവം ആദരിച്ചിട്ടുണ്ട്. ഉണ്ട്, സ്തോത്രം ഉണ്ടെന്ന് ഒരുത്തം ഒരിക്കൽ പറഞ്ഞ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയല്ലെന്ന് പറഞ്ഞു. ഭൂതം പറഞ്ഞിട ഏക്കപ്പേ നേരം വെളുത്തടാ സൂര്യനാണ് ഉദിക്കുന്നത്. സൂര്യ ഉദിച്ചാലും കൊള്ളാം, എന്ത് കോളിലൊക്കെ വന്ന അനുഗ്രഹിച്ചെല്ലാരും പിടി ഞാൻ വിടുകയല്ലെന്ന് പറഞ്ഞു. ദിവ്യങ്കാര് പാടുന്നൊരു പാട്ടുണ്ട്, എന്നെ അനുഗ്രഹിക്കാൻ ദയവായി ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കാൻ, എന്നെ അനുഗ്രഹിക്കാൻ ദയവായി ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കാൻ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിന്ന് നിന്നെ വീഴുകയില്ല, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിന്ന് നിന്നെ വീഴുകയില്ല. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയല്ലെന്ന് പറഞ്ഞു. ഉൽപ്പത്തിയിൽ മഞ്ഞ് പിടിച്ചെന്നൊക്കെ എഴുതിയെങ്കിലും മോശയാ പറയുന്നത് അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചെന്നാണ്. പോരാടി പ്രാർത്ഥിച്ചു, വിടുകയല്ലെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പിടിക്ക നിന്നവനെ എല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട്. സ്തോത്രം. സെന്ററും അസിസ്റ്റന്റും കൂടെ പോയപ്പം സെന്റർ പറഞ്ഞു തിരിച്ചു പൊക്കോടാന്ന് പറഞ്ഞു. നിന്നാണേ ജീവനാണ്. പുറകോട്ട് പോകുന്ന ഗിൽഗാലി വന്നു, ബഥേലി വന്നു. സ്തോത്രം. അന്നേരം ഓരോ തലത്തിൽ വരുമ്പോഴും പോകാൻ പറഞ്ഞു. പോകുകയെന്ന് പറഞ്ഞു. പോകത്തില്ല, പോവുകയെന്ന് പറഞ്ഞു. രണ്ടുപേരുടെ അക്കരെ കയറി വേദ പഠിതാക്കൾ പറഞ്ഞ അക്കരെ കയറി. ഏതാ? ജോർദാന്റെ അക്കരെ എന്ന് പറഞ്ഞ എവിടാ? ഇവര് കനല്ലോ ചെല്ലു തന്നെ എവിടെയും പോയി കയറട്ടെ, നമുക്ക് യോഗം മഴ വരുന്നത് നിങ്ങൾ എവിടെ കയറിയെന്നൊക്കെ നമ്മൾ. ഏലിയാവും എലീശായുമേ എവിടുന്നാ? ഞാൻ 2:1 മുതൽ വായിച്ചേ. പെട്ടെന്ന് വായില്ല. ഏത് രണ്ടാന്നായിരിക്കും? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ
ഭാവിച്ചിരിക്കുമ്പോൾ ആ. ഏലിയാവ് എലീശായോട് കൂടെ ആ. ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. അടുത്തത് ഏലിയാവ് എലീശായോട് ആ. നീ ഇവിടെ താമസിച്ചു കൊള്ളുക, ആ. യഹോവ എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു. എന്നെ ബഥേലിലേക്ക് വിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. അടുത്തത് എലീശ അവനോട് ആ. യഹോവയാണ്, ആ. നിന്റെ ജീവനാണ്, ആ. ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. ആ. അങ്ങനെ അവർ ബഥേലിലേക്ക് പോയി. ബഥേലിലേക്ക് പോയുടെ പ്രവാചക ശിഷ്യന്മാരുണ്ട്. പിന്നെ അവര് യെരിഹോവിലേക്ക് പോയെന്നാണ് 4 ഓടിച്ചു വായിക്കാമോ? ഏലിയാവ് അവനോട് എലീശായെ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി. അപ്പൊ യെരിഹോവിൽ ചെന്നപ്പം പറഞ്ഞ്, ഇവിടെ നിന്നോ, തിരിച്ചു പോക്കോ, ഞാൻ പോവാ. അന്നേരം പുള്ളി പറഞ്ഞു, ഇവിടെ നിൽക്കുന്ന കേസില്ല, ഞാനും കൂടെ വരിക എന്ന് പറഞ്ഞു. 6-ാം വാക്യം, നീ ഇവിടെ താമസിച്ചു കൊള്ളുക. ഏലിയാവ് നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. പറഞ്ഞു, നീ ഇവിടെ നിന്നോ, ഞാൻ യോർദാനിൽ പോവാന്ന് പറഞ്ഞു. അടുത്തത്, അതിന് അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. വിടുകയില്ല, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അടുത്തത്, അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. അവര് കൂടെ പോകുന്നില്ല, ദൂരെ നിന്ന് ഫോട്ടോ എടുക്കുക, വാട്സപ്പിലൊക്കെ ഇടുക. അടുത്തത്, അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു. അവർ രണ്ടും കൂടെ യോർദാന്റെ അരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പ് എടുത്തു മടക്കി വെള്ളത്തെ അടിച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അടുത്തത്, അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്ത് കൂടി അക്കരയ്ക്ക് കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുൻപേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, യാത്ര തുടങ്ങിയത് എവിടുന്നാ? ഗിൽഗാൽ എവിടാ? ഗിൽഗാൽ എവിടാ? അടുത്താ. ഇവിടെ ഒത്തിരി പ്രായമുള്ളവരും പ്രിൻസിപ്പാളോട് ചോദിച്ചാൽ പറഞ്ഞു തരും കൃത്യം സ്ഥലം. തോടപ്പുഴ ഗിൽഗാൽ. ഗിൽഗാലിന്റെ കാര്യമല്ല പറഞ്ഞത്. ഞങ്ങളുടെ അമ്മച്ചിയെ ഗിൽഗാൽ വിടണോ ഓർത്ത് ഞങ്ങളിങ്ങനെ തള്ള വേനക്കാട് അഭാഷയുടെ ഇവിടുത്തെ നമ്പറുണ്ട് തന്നേച്ച് തള്ളമാരെ ചൂടിച്ചിരുത്തണം. കൊച്ചുകളുടെ ഈ നമ്പറുണ്ട് കേട്ടോ, മെന കാണിക്കരുത്. ഈ ഗിൽഗാല്, പിന്നെ ബഥേല്, യെരിഹോ, ഇതെല്ലാം എവിടാ? ഇതെല്ലാം കനാൻ നാട്ടില. ഗിൽഗാലും കനാൻ നാട്ടില, ബഥേലും കനാൻ നാട്ടില, യെരിഹോവും കനാൻ നാട്ടില. അപ്പൊ ഇത് കനാൻ നാട്ടിൽ കൂടെ ഉദ്ദേശി സെന്ററും അസിസ്റ്റന്റും കൂടെ ഇങ്ങനെ വരുന്നത്. വന്ന് യോർദാന്റെ തീരത്തെത്തി. അന്നേരം സെന്റർ പറഞ്ഞു, നീ ഇവിടെ നിന്നോ, ഞാൻ അക്കരയ്ക്ക് പോവാ, ഇല്ല ഞാനും വരിക. പുറപ്പെടുത്ത് അടിച്ചു യോർദാൻ. അക്കരെ ചെന്നെന്ന് പറഞ്ഞാൽ ഇവര് തിരിച്ച് വീണ്ടും മരുഭൂമിയിലേക്ക് വരിക. 40 വർഷം യാത്ര ചെയ്ത മരുഭൂമി ഉണ്ടല്ലോ, ആ മരുഭൂമിയിലേക്ക് തിരിച്ചു ഇക്കരോട്ട് വരിക. ഇസ്രായേലിലല്ല, മരുഭൂമിയിൽ. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചു സുക്കോത്ത, ഏതാര്, പീതാര്, ചെങ്കടല്, അക്കരെ, ഷൂറ, മാറ, എലീമ, അർണാന, യോർദാന്റെ കിഴക്കേത്തരം, പാറാൻ മരുഭൂമി. പിന്നെ തിരിച്ചു വന്ന് ഈ യെരിഹോവിന് ഇവര് ചെങ്കടലിനെ ചുറ്റി നടന്നു. പിന്നെ തിരിച്ചു വരും പാറാൻ മരുഭൂമി വന്നു, പിന്നെ രഫീദിമിൽ വന്നു, പിന്നെ അർണോന് വന്നു. ഇങ്ങനെ യാത്ര 42 ഇടങ്ങളിൽ പാളയം അടിച്ചു. അങ്ങനെ വന്ന് യോർദാന്റെ തീരം വന്നു. യോർദാന് മുമ്പായിട്ട് കാദേശിൽ വെച്ച് മിരിയാം മരിച്ചു, ഹോർ പർവ്വതത്തിൽ അഹറോൻ മരിച്ചു, പിസ്കയിൽ വെച്ച് ആര് മരിച്ചു? ദൈവം അടക്കി. അത് കഴിഞ്ഞ് യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടന്ന് അക്കരെ കയറി. തിരിച്ച് എലീശായും ഏലിയാവും കൂടെ തിരിച്ചിങ്ങോട്ട് വരിക. ഗിൽഗാൽ കഴിഞ്ഞു, ബഥേലി വന്നു, യെരിഹോവിൽ വന്ന് യോർദാന്റെ തീരം കഴിഞ്ഞു. പുറപ്പെടുത്ത് അടിച്ച് രണ്ടും കൂടെ മറുകര കയറി. മറുകര കയറി എന്ന് പറഞ്ഞാൽ വേദ പഠിതാക്കൾ പറയുന്നത് മോശയെ അടക്കിയ സ്ഥലത്തോട്ട് വന്നു അടിച്ചു കയറി. അവിടെ കണ്ട കാഴ്ച ഇനി അടുത്ത വാക്യം വായിച്ചു. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചു. പ്രയാസമുള്ള കാര്യം ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും
അഗ്നിശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. ഇവരെ തമ്മിൽ അങ്ങ് വേർതിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ഈ അഗ്നി രഥങ്ങളും അശ്വങ്ങളും വന്ന് വേദപഠിതാക്കള് പറയുന്നത് ആ സമയത്ത് മോശയെ ഉയർപ്പിച്ചെന്ന. സ്തോത്രം. ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്നും നിലവിളിച്ചു. എന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ തേരും തേരാളിയും. ഇസ്രായേലിന് 40 വർഷം മരുഭൂമി നടത്തിയ ആളാ മോശ. അഗ്നിമയ രഥങ്ങളും വശങ്ങളും കൂടെ മുന്നോട്ട് വന്നിറങ്ങിയപ്പോൾ മോശ അവിടെ വെച്ച് ഉയർത്തുക എന്നാ പറയുന്നത്. അത് എലീശ കണ്ടേച്ച് പഠിച്ചു. ഇസ്രായേലിന്റെ തേരും തേരാളി 40 വർഷം നടത്തിയതല്ലേ. സ്തോത്രം. എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. തന്നെയല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒട്ടും പോകാൻ തോന്നുന്നില്ല. സ്തോത്രം. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. എന്തായാലും കൊള്ള എലീശ ഏലിയാവിനോട് പറഞ്ഞു, നിന്നാണ് ജീവനാണ്, നിന്നെ വിട്ടേച്ച് പോകുന്ന. അങ്ങനെ പിടിക്കാൻ നിന്നവനെ എല്ലാം ദൈവം മാനിച്ചിട്ടുണ്ട്. അമ്മായിയുടെ മരുമകളും കൂടെ യാത്ര ചെയ്തു, അറിയാമല്ലോ. അല്ല, അമ്മായിമ്മ ഓട്ടോയ്ക്ക് വിട്ടിട്ട് മാപ്പിളയും പെമ്മളും കൂടെ കാറിൽ പോകും. അത് നാളെ ഓട്ടോയ്ക്ക് പോകും. നാളെ ഇങ്ങനെ തുള്ളി ചാടി ഓട്ടോയിൽ അങ്ങനെയൊക്കെ വിടുന്ന ആൾക്കാരുണ്ടെന്ന്. പിന്നെ കാരണം പുസ്തകത്തിൽ വാങ്ങിയുണ്ട് തുള്ളി ചാടി ദൈവത്തെ വാങ്ങപ്പെടുത്തി. അമ്മായിയമ്മയാകുന്ന നവോമിയും മരുമകളാകുന്ന രൂത്തും കൂടെ ഈ ഭർത്താക്കന്മാര് മകളോനും ഗിദിയോനും മരിച്ചു, എലീമേലേക്കും മരിച്ചു. ഓർപ്പ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. നമ്മൾ ഓർത്തവള് ആത്മാർത്ഥയാണ്, പോകാനുള്ള പോക്കിന് കൊടുത്തതാ. ചില അമ്മായിയമ്മ അമ്മച്ചി ഏതായാലും തീരുക, എന്നാ ചോവിനെണ്ണ ഇരിക്കട്ടെ. അപ്പനെ അമ്മയെ അന്വേഷിക്കാത്തവർക്ക് ഉമ്മ കൊടുക്കുന്നത് കാണണം. അന്നേരം കണ്ണുമൊക്കെ വിങ്ങി പിടിച്ചു. വേറും തട്ടിപ്പാണ്. എടാ, ജീവിച്ചിരിക്കുമ്പോ തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കല, അന്വേഷിക്കത്തില്ല. യാഗമന്തി എന്തിനെങ്കിലും ഉമ്മച്ചനായിട്ട് വന്ന് ഉമ്മ കൊടുക്കുന്നേ. ജീവിച്ചിരിക്കുമ്പോഴല്ലേ ചെയ്യണ്ടേ? പിന്നെ നാട്ടുകാരെ കാണിക്കാൻ നീ അന്നേരം ഒരു കറുത്ത പാഴ്ചുമൊക്കെ ഭയങ്കര ദുഃഖം. ഇന്നലത്തെ കറുത്ത ജിപ്പായി അവനൊന്ന് ദുഃഖം കണ്ടമാനെ ഇറങ്ങി കറുത്ത. പിന്നെ സെറ്റിപ്പനിൽ കുത്തി വെച്ചിരിക്കുക. എന്ത് ദുഃഖമാണെന്ന് പറഞ്ഞില്ലേ? ജീവിച്ചിരിക്കുമ്പോ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവൻ കറുത്ത കൊടി കെട്ടിയത് കൊണ്ടോ ബാറ്റ് കുത്തിയത് കൊണ്ടോ ആ പന്തലിന്റെ സൈഡിലെല്ലാം കറുത്ത തുണി 1/2 മീറ്റർ കൊണ്ട് കെട്ടിയൊന്നും ഗുണമില്ല. ജീവിച്ചിരിക്കുമ്പോ അത്രയും കാശ് മുടക്കണ്ട, നല്ലൊരു തുണി കൊണ്ട് കൊടുത്തിരുന്നേ. എന്താ പറയാ, നന്നായിട്ട് എല്ലാം റെഡിയാക്കണം കേട്ടോ. അല്ല പറയാം, എന്റെ ദൈവമേ, ഇവൻ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഒരു ദൂവാലേക്ക് പോലും അടഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് മടക്കി വരാൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അമ്മാവിയമ്മ മരുമകളാകുന്ന രൂത്തും കൂടെ ഇവരെല്ലാം മരിച്ചു. മകളോനും മരിച്ചു, ഗിദിയോനും മരിച്ചു, എലീമേലേക്ക് മരിച്ചു. ഓർമ്മ വന്ന് കെട്ടിപ്പിടിച്ച് ചുംബനമൊക്കെ. പക്ഷെ രൂത്ത് ചുംബിക്കാനൊന്നുമില്ലെങ്കിലും അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. സ്വന്തം ഭർത്താവും മരിച്ചു സ്വതന്ത്രയായി യാത്ര ചെയ്തിടുന്ന രൂത്തിനെ പോലെ. സ്വന്തം ഭർത്താവും മരിച്ചു സ്വതന്ത്രയായി യാത്ര ചെയ്തിടുന്ന രൂത്തിനെ പോലെ. അമ്മാവിയമ്മയും മരുമകളും കൂടെ ഇടയ്ക്ക് ഈ അമ്മായിയമ്മ പറഞ്ഞു, കൊച്ചെ നീ അങ്ങ് തിരിച്ചു പൊക്കോ. അവള് പിടിക്കപ്പെടുന്ന അമ്മ ഒരു കാര്യം, തല സ്നേഹമൊക്കെ സ്നേഹം. നിന്റെ ദൈവം നിന്റെ ജനം എന്റെ ജനം.
നീ പോകുന്നിടത്ത് എന്നൊരു കാര്യം പറയാം, മരണത്താലല്ലാതെ എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ പോകുന്നോടി എന്നോട് ചോദിച്ചേക്കരുത്. മരണത്താലല്ലാതെ ആ ദൃഢവൈര്യം ഉള്ളത് കൊണ്ടല്ലോ അവർക്ക് ശരണം ഉണ്ടായത്. ഭാഗ്യവശാലല്ലേ ബോസിന്റെ അയ്യോ എന്തോ ഭാഗ്യമാണ്. അമ്മായിമ്മ ചോദിച്ചു ഇന്ന് എവിടെ ആയിരുന്നു അടിയുന്നു. എൻ്റെ അമ്മയെ നല്ലൊരു വയല്, അങ്ങേരും ഒരുമാതിരി നല്ല മനുഷ്യനാണ്. ആ ബോസിനെയും ജോലിക്കാരെ ഞാൻ ബാക്കിയൊന്നും എടുപ്പിക്കുന്നില്ല. ജോലിക്കാരെ കണ്ടപ്പം ബോസ് അവർക്ക് വന്ദനം പറഞ്ഞു. മുതലാളി തൊഴിലാളിക്ക് അതാ ബോസിന്റെ വിശേഷത. മുതലാളി വന്ന് ഇങ്ങനെ പമ്മി ഇരുന്ന് നോക്കിയേച്ച് പോകുമല്ല, വന്ദനം. മുതലാളി പറഞ്ഞാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. വയലിൽ വേല ചെയ്യുന്നവരോടെല്ലാം ജോലിക്കാരുടെ മുതലാളി വന്ന് പറയാ യഹോവ നിങ്ങളെ, അവരും തിരിച്ചു പറഞ്ഞു. അതാ എൻ്റെ കൂട്ടായ്മ. സ്തോത്രം. അവള് പറഞ്ഞ എൻ്റെ അമ്മ നല്ലൊരു മുതലാളിയുടെ വയലില്ല, പുള്ളിക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ ആ രീതി നടപ്പും ആ കതിരി പെറുക്കും ഒക്കെ പുള്ളി സൂക്ഷിച്ചു. അവർക്ക് അവനും മനസ്സിലായി മര്യാദയുള്ള പെങ്കച്ചാണ്. ചോദിച്ചേതാന്ന് ചോദിച്ചു, കാര്യമൊക്കെ പറഞ്ഞു. അവളെ ഉപദ്രവിക്കൊന്നും ചെയ്യരുത്. ബാല്യക്കാട് പറഞ്ഞ് കറ്റയുടെ ഇടയിൽ നിന്ന് വലിച്ചിട്ട്, അവളും ചുവള്ളതാ, വലിച്ചിട്ടത് മാത്രം നമ്മൾ കറ്റക്കെട്ട് ഓടിക്കൊണ്ട് പോകും. അവസരം കിട്ടിയതല്ലേ, നല്ല ഓർഡറില്ല പോലും. സ്തോത്രം. വന്നിട്ടു മിന്മാനവരെ ബോബസിംഗാലായിൽ തൻ വയലിൽ വേല ചെയ്യും തൻ ജനത്തിൻ കൂടെ. ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂപ ഭാഗ്യമച്ച ഓപസിംഗാലായി എന്നതുപോൽ വന്നിടുമോ സ്നേഹിതരെ നിങ്ങൾ? എന്നതുപോൽ വന്നിടുമോ സ്നേഹിതരെ നിങ്ങൾ? നിങ്ങൾ വാതിൽക്കൽ നിന്ന് മുട്ടിടുന്നു അമ്മയോടുകൂടെ ചേർന്ന രൂപ ഭാഗ്യമല്ല ഓപസിംഗാലായി. ഇന്ന് രാത്രി ഈ ഭാഗ്യവശാലായി ഇതിനകത്ത് വന്നത് ഞാൻ വിസ്തരിക്കുന്നില്ല. ഓടിച്ച് ചില കാര്യം പറയേണ്ടതുള്ളത് കൊണ്ട് ദൈവത്തിന് പിടിക്കപ്പെടുന്നവനെ എല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട്. സ്തോത്രം. ബലാത്കാരികൾ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുക. ഇന്ന് രാത്രി ദൈവം അവസരം തന്നിരിക്കുക. പിടിച്ചു മേടിക്കേണ്ടതൊക്കെ പിടിച്ചു മേടിച്ചോണം. ദൈവത്തിന്റെ മഹത്വം. അത് 90 സങ്കീർത്തനം മോശയുടെ പ്രാർത്ഥന, 91 യോശുവ എഴുതി. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞ അങ്ങനെ തന്നെ നിന്നങ്ങ് പോകും. ഞാൻ അങ്ങ് പറയുകയും ചെയ്യും, നിങ്ങൾ ഇരിക്കുകയും ചെയ്യും. പിന്നെ പോകുമ്പോൾ നിങ്ങൾ പറയും വാക്യമൊക്കെ വായിച്ചെങ്കിൽ അയാൾ അതിൽ നിന്നൊന്നും പറഞ്ഞില്ലെന്നോ. നിങ്ങൾ അതിനപ്പുറം പറയുമെന്ന് എനിക്ക് ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് എടുത്ത കാര്യം വിഷയത്തോട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാം. ഒന്നുകൂടെ നമ്മുടെ പൂർവ്വാക്യം വായിച്ചോ. ദൈവദാസനെ ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഇന്ന് രാത്രി
ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ വീട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതിന്റെ പ്രശ്നമാണ്, അടുക്കള അവിടെ അല്ല വരേണ്ടത്, നടുമുടി ഇവിടെ അല്ല വരേണ്ടത്, സിറ്റ് ഔട്ട് അവിടെ അല്ല, കഴിച്ചാൽ ഇത് സ്ഥാനം തെറ്റിയിരിക്കുക, ഇടപൊട്ടാ, നിനക്ക് ഒരു കുഴപ്പവും വരികയല്ല. ഇതിലെ ഒരു വരത്തുപോക്കുണ്ടെന്ന് ഇവിടെ നമ്മൾ എത്ര ദിവസമായി വരികയും പോവുകയും ചെയ്യും. ഇതിലും വലിയ വരത്തുപോക്കാണ്. രാത്രി ചങ്ങല കിളിങ്ങുന്നത് ഇട പൊട്ടി പട്ടി ഓടിപ്പോയതാണ്. പോട്ടാ, രാത്രി ശബ്ദം വല്ലതും കേൾക്കുന്നവന്ന് ഇന്നലെയും കേട്ട് പാട്ടെ, പക്ഷേ മരപ്പട്ടികളെ കൂടെ ചാടിപ്പോയതാ. സ്തോത്രം. എന്നോട് ഒരാൾ പറഞ്ഞു ഉരുളി കമത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 3 കമത്തി വെച്ചിട്ടുണ്ട്. ഉരുളി പിന്നെ മലത്തിയാണ് അവിടെ വെക്കുന്നത്. അമ്മ ഉരുളി കമത്തിയല്ലേ വെക്കുന്നേ? തൂപ്പം കഴിവൊന്നും ഇല്ലയോ? ഉരുളി കമത്തിയാണ് വെക്കുന്നത്. ഉരുളി കമത്തിയിട്ടുണ്ടെന്ന് പിന്നെ ഉരുളി അവിടെ മലത്തി വെക്കുന്നത്. സ്തോത്രം. നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് ചെയ്യട്ടെ. നിങ്ങൾക്ക് ആഭിചാരം ആയിക്കോട്ടെ. നിങ്ങൾക്കെതിരെ മന്ത്രവാദം ആണെന്ന് ഉണ്ട്, ആയിക്കോട്ടെ. അതിനെന്നാ എടാ, പുസ്തകം പഠിപ്പിക്കുന്ന ഒരു അനർത്ഥവും നിനക്ക് വരികയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ നീ മന്ത്രവാദിക്കും കാശ് കൊടുക്കണ്ട, 4ാം വേദക്കാരനും കാശ് കൊടുക്കണ്ട, അവിടെ ഇവിടെ ഒന്നും കൊടുക്കണ്ട. അവര് അതിൽ ഇതൊക്കെ കൊണ്ടുപോകാനൊക്കെ ലിസ്റ്റ് ഇടും. നീ ഒന്നും ഒറ്റ കാര്യം ചെയ്താൽ മതി. മുട്ടയിലിരുന്ന് യേശുവിനോട് പ്രാർത്ഥിക്കണം. എന്റെ യേശുവേ, അവൻ എന്റെ ഭവനത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളണം. എന്റെ യേശുവേ, എന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് വരണം. എന്റെ യേശുവേ, നീ തന്നെ ആയിരിക്കണേ കുടുംബത്തിന് നാഥൻ. അങ്ങനെ നീ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിന്റെ പൈതലായി തീർന്നാൽ ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിലടുക്കത്തില്ല. അതുകൊണ്ട് മന്ത്രവാദം ചെയ്യാൻ നീ പോകരുത്, ആഭിചാരം ചെയ്യാൻ പോകരുത്, മറ്റുള്ള ആർക്കും 1 രൂപ പോലും കൊടുക്കരുത്. ചെയ്യേണ്ട കാര്യമുള്ള വേറെ പുസ്തകം പറയുന്നത് പോലെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച് നീ ദൈവത്തെ ആരാധിച്ചാൽ സകല കെട്ടും പൊട്ടുമെന്നായി പറഞ്ഞത്. ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധകം നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ പകത്തോയും പകൽ പകക്കുന്ന അസ്ത്രത്തോയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഘാരത്തെ നിനക്ക് പേടിക്കാനില്ല. നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. അനുഭവിക്കുന്ന ദൈവമക്കൾ, അനുഭവിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഓ വിമലപടവലവൻ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബത്തിൽ അനർത്ഥം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ആഭിചാര ശക്തി നിന്നെ തൊടത്തില്ല. ഒരു മന്ത്രവാദവും നിന്നെ തൊടുകയില്ല. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന രാത്രിയില്ല. ഈ രാത്രി നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ഇന്ന് രാത്രി ദേശത്തിന്റെ കെട്ടുകളെ ദൈവം അടിക്കും. ദേശാധിപതികളുടെ ശക്തികൾ ജനത്തെ മുൻപോട്ട് വിടാതെ വേണം തകർത്തു നിർത്തുന്ന ശക്തികൾ ഇന്ന് രാത്രി അടിക്കട്ടെ. വടക്കിനോട് തരികയാണെന്നും തെക്കിനോട് തടുത്തു വെക്കണമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ ആത്മാവിന്റെ ഏറെ ശക്തി അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവിടുന്ന് നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. അവിടുന്ന് നമ്മുടെ നടുവിൽ ഇന്ന് രാത്രി ഉലാവിക്കൊണ്ടിരിക്കുക. നിന്റെ സകല കെട്ടുകളെയും പൊട്ടിച്ച് രോഗബന്ധനങ്ങളെ അടിച്ച് നിരാശകളെ മാറ്റി പകർച്ചകളെ മാറ്റി ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഒരനർത്ഥവും നിനക്ക് ബാധിക്കത്തില്ല. ഒരു ബാധയും. ഇന്ന് രാത്രി ഞാൻ പറയാൻ പോകുന്നത് എന്തോ 8:30 9-ല്ലേ നടത്തുന്നേ? 9 എനിക്ക് ഞാൻ അച്ഛനാകാനും പെണ്ണ് കെട്ടാനും താല്പര്യം. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി ചിന്തിക്കാൻ ഉദ്ദേശിച്ച വിഷയം ബാധ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നാണ്. ബാധ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ അത് ചിന്തിക്കുന്നതിന് മുന്നേ ബാധ വരാൻ കാര്യം തന്നെ
വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം അത് നമുക്ക് പുറകെ ചിന്തിക്കാം. വരാൻ കാരണം എന്നാ? ആവർത്തനം 28:58 മുതൽ വായിച്ചേ. ആവർത്തനം 28:58 മുതൽ വായിച്ചു. പെട്ടെന്ന് വായിച്ചു. 9:11 ആവും. നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വവും ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിൽ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും വരുത്തും. ഈ പുസ്തകത്തിലെ പ്രമാണമേ നീ അനുസരിച്ചില്ലെങ്കിൽ, ഞങ്ങൾ തോമാശ്രീയുടെ കാലത്ത് ഇതിനകത്ത് വന്നതാ. ഞങ്ങൾ ഏത് ഫാമിലിയാണെന്നറിയാമോ? കളിയിക്കൽ, കൊച്ചു കളിയിക്കൽ. ഞങ്ങൾ പറങ്കാമൂട്ടി. അയ്യോന്നോ ഇവിടെ ഉണ്ട് പറങ്കാമൂട്ടി കുടുംബം ഇല്ലേ? അതുകൊണ്ടല്ലേ മര പറഞ്ഞല്ലേ ഓടിയിടുന്നത്. സ്തോത്രം. നമ്മൾ പ്ലാവിള, ചീനിവിള, കിണറുവിള. ഏരിയ മൊത്തം വിളയാണല്ലോ, നല്ല വിളയാ. സ്തോത്രം. ഞങ്ങൾ ഒറ്റപ്ലാവൂട്ടിലെയാണ്. ആയിക്കോട്ടെ. തോമാശ്രീയുടെ കാലത്ത് ഞങ്ങളുടെ ഒരു വല്യപ്പൻ ആദ്യം പള്ളി ഞങ്ങളുടെ സ്ഥലത്തായിരിക്കുന്നത്. ആയിക്കോട്ടെ. കുരിശും തൊട്ടി ഞങ്ങളുടെ അപ്പച്ചൻ കൊടുത്ത. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, ചെമ്മാച്ചനുണ്ട്, കന്യാസ്ത്രീ ഉണ്ട്, സെൻട്രൽ പാസ്റ്റർ ഉണ്ട്, ചീഫ് പാസ്റ്റർ. ഞങ്ങളുടെ എടാ പോട്ട, സ്വർഗത്തിൽ പോണേ നീ രക്ഷിക്കപ്പെടണം. ഞാൻ ഇന്ന കുടുംബത്തെയാ ഇന്ന അവൻ മേലേടത്തെയാന്ന് പറഞ്ഞാലൊന്നും സ്വർഗത്തിലോട്ട് പോയിട്ട് നടക്കുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. യേശു മാത്രമാണ് രക്ഷകൻ. മറ്റൊരുത്തവൻ രക്ഷയില്ല. ആ കുടുംബ മഹിമയും പറഞ്ഞ് അച്ഛനുണ്ട്, കന്യാസ്ത്രീയുണ്ട്, ചെമ്മാച്ചനുണ്ട്, കപ്പിയാറുണ്ട്, കൈകാരുണ്ട്, കമ്മിറ്റിയിലുണ്ട്, സെൻട്രൽ പാസ്റ്റർ ഉണ്ട്. അവൻ ഞങ്ങളുടെ വീട്ടിൽ ഇത്ര മാസ്റ്റർമാരുണ്ട്. നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഈ പ്രമേയം അനുസരിക്കണമെന്ന്. അപ്പൊ വാനം വരാനുള്ള കാരണമാ. ഒന്നുകൂടെ വായിച്ചോ. എല്ലാരും കേൾക്കട്ടെ. നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇത് പെന്തിക്കോസുകാർ പറയുന്ന കാര്യമല്ല. ഇപ്പൊ കുറെ പെന്തിക്കോസുകാർ ഇറങ്ങിയിട്ടുണ്ട്. അന്നും അല്ലടാ. എടാ പുസ്തകത്തിൽ എഴുതിയ കാര്യമായി പറയാന്നേ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നടക്കാത്തവന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും ഈ പ്രമാണം അനുസരിക്കാത്തവന്റെ മേലും അവന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും. അപൂർവമായ ബാധകളല്ല, ചെറിയ കേസല്ല. സ്തോത്രം. അത് നീണ്ടു നിൽക്കുകയും ചെയ്യും. അതല്ലേ ചെല്ലു പറഞ്ഞ ഭാഷ എത്ര വർഷമായി നീണ്ടു നിൽക്കുമെന്ന അവസരത്തിൽ വാക്ക് നീണ്ടു നിൽക്കും. ഇത് കുപ്പുസാഹിബിന്റെ കാലത്ത് ഞങ്ങൾ ഇറങ്ങിയതാ. കുപ്പുസാഹിബ് ഒട്ടാളക്കട്ടില്ലേ ആദ്യം വന്ന്? അതിനല്ല തൃക്കണമംഗലം അല്ലേ? കല്ലൂരെ വീട്ടിൽ കല്ലൂരത്തെ കല്ലൂരത്തെ അച്ചാലും നിങ്ങൾ കുപ്പുസാഹിബ് കിടന്ന കട്ടില് ഇപ്പോഴും കേട് കിടക്കടാ. കുക്കുസാഹിബ് കിടന്ന നാട്ടിലേക്ക് കിടന്നത് കൊണ്ടോ, അങ്ങേര് പോയ കാളവണ്ടിയാന്ന് പറഞ്ഞ് കാളവണ്ടി ഉണ്ടാക്കി വെച്ചത് കൊണ്ടോ, സാഹിബിനെ ഇവിടുന്ന് കരഞ്ഞാ വിട്ടത്. അയാൾ നിലവിളിച്ചാ പോയത്. ഇപ്പൊ കാളവണ്ടി ഉണ്ടാക്കി. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നില്ലേ? മറുപടി ഒന്നും പറയണ്ട. അവര് എറ്റും. ഞാനത് സാധിച്ചു വേണം. സ്തോത്രം. നീ പാരമ്പര്യവും പത്രാസം പറഞ്ഞാലൊന്നും മേപ്പോട്ട് പോക്ക് നടക്കുകയല്ല. സ്തോത്രം. അവിടെ ചെല്ലണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. കർത്താവിന് ഹൃദയം കൊടുക്കണം. ഈ പുസ്തകത്തിലെ പ്രമാണം അനുസരിക്കണം. അതാ ബാധ വരാനുള്ള കാര്യം ഇല്ല. സ്തോത്രം. ഒന്നുകൂടെ വായിച്ചങ്ങ് നിർത്താം ആ ഭാഗം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. നീ പേടിക്കുന്ന മിശ്രീമിലെ വ്യാധികളൊക്കെയും അവ നിന്റെ മേൽ വരുത്തും. അവ നിന്നെ പറ്റിപ്പിടിക്കും. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത
സകല രോഗവും ബാധയും കൂടെ. അതെല്ലാം വായിപ്പിക്കാൻ നേരമില്ല, ബാക്കി വീട്ടിൽ പോയിരുന്നു വായിക്കും. ഇപ്പൊ അത് മൊത്തം ഇരുന്ന് വായിക്കാം, വീട്ടിൽ പോയിരുന്ന് വായിക്കും. എന്നെ നോക്കിപ്പോ കാണാനൊന്നും വലിയ ജഗവില്ലെങ്കിലും ബാധ വരാനുള്ള കാരണമായി പറയുന്നത് പ്രമാണം അനുസരിച്ചല്ലേ ബാധ വരും. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 14 മുതൽ വായിച്ച ലേവ്യ 26-ന്റെ 14 മുതൽ ബാധ വരാൻ കാരണം, എന്നാൽ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെയും എന്റെ ചട്ടങ്ങൾ ധിക്കരിച്ച് നിങ്ങളുടെ ഉള്ളം എന്റെ വിധികളെ വെറുത്തു, നിങ്ങൾ എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെ എന്റെ നിയമം ലംഘിച്ചാൽ ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും. കണ്ണിനെ മങ്ങിക്കുന്നതും ജീവനെ ക്ഷയിക്കുന്നതുമായ ഭീതി, ക്ഷയരോഗം, ജ്വരം എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ വിത്ത് നിങ്ങൾ വെറുതെ വിതയ്ക്കും, ശത്രുക്കൾ അത് ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി വയ്ക്കും, നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും. നിങ്ങളെ ദ്വേഷിക്കുന്നവർ നിങ്ങളെ ഭരിക്കും, ഓടിക്കുന്നവർ ഇല്ലാതെ. നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ബാധ വരാനുള്ള കാരണം വചനം അനുസരിക്കാത്തതുകൊണ്ടാണ്, പ്രമാണം കാക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് പറയാം, നീ പ്രമാണം അനുസരിച്ചാൽ, പ്രമാണിച്ചാൽ, ഈ ന്യായ പ്രമാണത്തിലെ വചനം അവൻ കാത്താൽ, അനുഷ്ഠിച്ചാൽ, ആചരിച്ചാൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ പെടുത്തുന്നു. അവന് സ്തോത്രം. ബാധ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? വരാനുള്ള കാര്യമായി ഇപ്പൊ പറഞ്ഞത്. വരാതിരിക്കാൻ എന്ത് ചെയ്യണം? 1-2 കാര്യങ്ങൾ വേഗത്തിൽ ചിന്തിക്കാം. ബാധ വരാതിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, കുഞ്ഞാട് നേരത്ത് ചോരത്തളി ആചരിക്കണം. ബാക്കിയൊക്കെ അറിയാമല്ലോ, വായിച്ചോ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് വേഗത്തിൽ വായിച്ചാട്ടെ പെട്ടെന്ന്. യഹോവയോടും അഹരോനോടും ഇസ്രായേൽ ദേശത്ത് വെച്ച് അരുളി ചെയ്തതെന്നാൽ, ഈ മാംസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോട് പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും. അതെ, ശ്രദ്ധിക്കുന്ന ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് അധികം വായിപ്പിക്കണ്ടല്ലോ. ദൈവത്തിന്റെ മഹത്വം. മിസ്രയീം ദേശത്ത് ദീർഘവർഷങ്ങൾ അടിമകളായി കിടന്ന ഇസ്രായേലിനെ ദൈവം തമ്പുരാൻ പുറപ്പെടുവിക്കുവാൻ പദ്ധതിയിട്ട് ആ ഉദ്ധാരകനായിട്ട് ദൈവം തമ്പുരാൻ മോശയെ തിരഞ്ഞെടുത്ത് കൂട്ടിന് അഹരോനെയും മിര്യാമിനെയും വിട്ടെന്ന പ്രവചന പുസ്തകത്തിൽ പഠിക്കുന്നത്. എന്തായാലും കൊള്ളാം, ഫറവോൻ ചെന്ന് ആ ഫറവോനോട് ചെന്ന് മോശ പറഞ്ഞിട്ട് ഫറവോൻ എന്ത് ചെയ്ത് ജനത്തെ വിട്ടുകൊടുക്കുന്നില്ല. മോശയ്ക്കും ഭാരം വന്നപ്പോ തമ്പുരാൻ പറഞ്ഞ് ഭാരപ്പെടേണ്ട, ബാധ അയക്കാൻ പോവുക. പ്രാരംഭത്തിൽ 9 ബാധ, 9 ബാധ വിട്ടിട്ട് ഫറവോന് മാനസാന്തരം ഒന്നും. ഓരോ ബാധ വരുമ്പോഴും പുള്ളി ഓരോ യോഗം വെക്കും. യോഗം കഴിയുമ്പോൾ ബാധ മാറും. പിന്നെ ഫറവോന്റെ ഹൃദയം സാരമുള്ള വചനങ്ങൾ കേൾക്കിലും നീരസാർത്ഥം അറിയുന്ന ദുഷ്ടനാണ്. ക്ഷീരമുള്ളോര് അകിടി ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ഇന്ന് വരെ ഒറ്റ കൊതുക് പാല് കുടിച്ചു പോയിട്ടില്ല. എന്നാ മുഴുത്താട് അകിട പാലുമുണ്ട്, ഇന്ന് എനിക്ക് ചോര വേണ്ട വെച്ചിട്ട് പാല്, കൊതുകിന് പോലും പാല് വേണ്ട, ദുഷിച്ച രക്തം മതി. എത്രയോ യോഗത്തിന് നീ കൂടി, മുറ്റത്തെ കൺവെൻഷനെ കൂടി, സെൻട്രൽ കൺവെൻഷനെ കൂടി, ജനറൽ കൺവെൻഷനെ നീ പോയി കൂടി, മേഖലയുടെ കൂടി, കൊട്ടാരക്കരയാന്ന് ഒരാഴ്ച മുഴുവൻ കിടന്നങ്ങ് നാളെ തുടങ്ങി എന്തോന്നില്ല സാമ്പാറാന്ന് പറഞ്ഞാൽ അവനങ്ങനെ സാമ്പാർ അടിക്കാൻ പോയതായല്ലേ. പിന്നെ എടുത്ത സാമ്പാറാന്ന് എന്നോട് ചോദിക്കരുത്. സാമ്പാറൊക്കെ നല്ലതാ. എത്രയോ യോഗത്തിന് കൂടി, എന്നിട്ട് മാനസാന്തരപ്പെടുന്നില്ലല്ലോ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ താല്പര്യമില്ലല്ലോ. ഓരോ ബാധ വെക്കുമ്പോഴും പുള്ളി ബാധ വരുമ്പോഴും ഓരോ യോഗം നടത്തും. മോശ വിളിച്ചൊരു യോഗം നടത്തും. ബാധ ഉടനെ മാറും. ഉടനെ ഫറവോന്റെ ഹൃദയം. ഇങ്ങനെ പല പ്രാവശ്യമൊക്കെ തമ്പുരാന് മനസ്സിലായി ഇവനിതൊരു താരിപ്പായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം. 10ാമത്തെ ബാധ അത് സംഹാര ബാധയാണ്. ആ ബാധയുടെ വിശേഷത ആദ്യജാതന്മാരെ തട്ടിക്കളയും. ഏത് കൊലകമ്പന്റെ വീട്ടിലും സംഹാരം കയറും. നീ എത്ര ഉയർത്തി മതിൽ കെട്ടിയാലും 4 നില ബിൽഡിംഗ് പണിതാലും ഗേറ്റ് തൊടുമ്പോ ബേബി ബെഡ്റൂമിൽ ഇറങ്ങിയാലും സൂക്ഷം ജായിലേറി ഗേറ്റ് തൊട്ട അകത്തിരിക്കുന്ന കുഞ്ഞന്നാമ്മ
മൊത്തം ക്യാമറ ആയിക്കോട്ടെ ബാധയ്ക്ക് ക്യാമറ വലിയൊരു വിഷയമാണ്. സ്തോത്രം. ചുറ്റോടി ഇന്നാൾ ഒരാൾ പറഞ്ഞ് 15 ക്യാമറ വെച്ചിട്ടുണ്ടെന്ന്. 15 25 വെത്താലും സൂക്ഷിച്ച് കയറി വരും സമകാലകൻ. ചുരുക്കി പറഞ്ഞാൽ ഇത് ആദിജാതന്മാരെ തട്ടിക്കളയുന്ന മാലയാണ്. നീ ഏത് കുടുംബത്തിലെ പൊന്നുമോനാണെങ്കിലും അവൻ കുഞ്ഞാട് നേരത്ത് ചോരത്തളി ആചരിച്ചില്ലെങ്കിൽ തട്ടും. സ്തോത്രം. നീ സെൻട്രൽ പാസ്റ്ററുടെ മകനാന്നേലും ചോരത്തളി ആചരിച്ചില്ലെങ്കിൽ തട്ടിപ്പോകും. അപ്പൊ തമ്പുരാൻ പ്രമേയം വെച്ചത് ഈ മാല സംഹാരമാതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഒരു കുഞ്ഞാടിനെ ഇറക്കണം. വീടൊന്നിനൊരു ആട്ടിൻകുട്ടി. ഏതാണ്ട് 6,3351 ആട്ടുകുട്ടിനെ അറുത്തുന്ന ഒരു കണക്ക്. വീടൊന്നിനൊരു ആട്ടിൻകുട്ടി. അത് ആണായിരിക്കണം. കോലാടോ ചെമ്മരിയാടോ ആകാം. അത് 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. ഈ ആട്ടിൻകുട്ടി അത് സന്ധ്യാസമയത്ത് അതിനെ വേർതിരിക്കണം. 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ച് ആട്ടിൻകുട്ടിയുടെ യോഗ്യത. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണായിരിക്കണം. പിന്നെ അത് ചെമ്മരിയാടോ കോലാടോ അധികം വ്യാഖ്യാനിക്കുന്നില്ല. വചനം പഠിക്കുന്നവർക്കറിയാം ഈ ആട്ടിൻകുട്ടി മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട യോഹന്നാൻ യാതൊരു സംശയം കൂടാതെ തന്റെ ശിഷ്യന്മാരെ അങ്ങോട്ട് നോക്കി, അതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാണ് സാക്ഷാൽ കുഞ്ഞാട്. ഇതാണ് ഊനമില്ലാത്ത കുഞ്ഞാട്. ഇതാണ് പാപമില്ലാത്ത കുഞ്ഞാട്. ഇതാണ് കളങ്കമില്ലാത്ത കുഞ്ഞാട്. ഇതാണ് അകൃത്യമില്ലാത്ത കുഞ്ഞാട്. ഇതാണ് അവൻ സ്വന്തം നിർമ്മലീകരിക്കപ്പെട്ട കുഞ്ഞാട്. അവൻ പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, നമ്മുടെ വസക കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തു തന്നെ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇസ്രായേൽ ദേശത്ത് ആബീബ് മാസം 14-ാം തീയതി അറക്കപ്പെട്ടൊരു കുഞ്ഞാടുണ്ട്. യേശുവിന്റെ കാൽവരി മരണത്തിന് നിഴലാണ്. ദൈവത്തിന്റെ മഹത്വം. ആ കുഞ്ഞാടിന്റെ യോഗ്യത 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ല. ഇത് യേശുക്രിസ്തുവിന്റെ നിഷ്പാപ അവസ്ഥയെ കാണിക്കുക. യേശുക്രിസ്തുവിൽ പാപമില്ല. പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള മഹത്വമുള്ള ഒരുവൻ വന്നിട്ടുമില്ല, വരത്തുമില്ല. ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. അവനിൽ ഒരു നാളും അലയാതെ മോദമായി ഓ അവനിൽ ആയിരങ്ങളിൽ സുന്ദരൻ വന്നിടൻ ആയിരം ഉന്നതൻ ആയിരങ്ങളിൽ സുന്ദരൻ വന്നിടൻ ആയിരം ഉന്നതൻ ക്രിസ്തുവാ. അവനേക്കു പൊതുവായി നിർത്തി ദൈവം അവനെ കൊണ്ടത്രേ നിരപ്പുണർന്നു. അവനേക്ക് പൊതുവായി നിർത്തി ദൈവം അവനെ കൊണ്ടത്രേ നിരപ്പുണർന്നു. അവനെ ഒരു നാളും പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ. അവനെ ഒരു നാളും പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ. അവനെയോ തനിശം പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിടൻ ആയിരം ഉന്നതൻ ക്രിസ്തുവാ. 10,000ങ്ങളിൽ സുന്ദരൻ വന്നിടൻ ആയിരം ഉന്നതൻ ക്രിസ്തുവാ. കർത്താവിന് മഹത്വം കൊടുക്കുക. ഇതുപോലെ ശ്രേഷ്ഠനും യോഗ്യനും ഉന്നതനും മഹിമയുള്ള മഹത്വമുള്ള ഒരുവനില്ല, യേശുക്രിസ്തു മാത്രം. ആ കുഞ്ഞാടെ കർത്താവിന്റെ തിരുമരണത്തെ കാണിക്കുന്നത് ആ കുഞ്ഞാടിനെ അറുത്തത്. അവിവാസ സന്ധ്യാസമയത്ത് ഇതിനെ അറുത്ത് അതിന് രക്തം ഒരു കിണ്ണത്തിലെടുത്ത്
ഈസോപ്പ് ചെടിയുടെ കെട്ടിടത്തിൽ കിണ്ണത്തിൽ മുക്കി തങ്ങൾ പാർക്കുന്ന വീടിന്റെ കട്ടളക്കാരാണെങ്കിൽ കുറുമ്പടി താഴെ പരട്ടിയില്ല, അത് മന്നവൻ തന്നെ കടക്കരുത്. പഴയ ആൾക്കാർ പറയും വന്നിച്ചില്ലെങ്കിലും തന്തിക്കുന്നവനെ നിന്ദിച്ചാൽ നിന്ദിക്കുമ്പടി നെഞ്ചത്തന്ന. അങ്ങനെ കട്ടിലക്കാരും കുറുമ്പടി മേലും ഇത് പുരട്ടണം. അത് രക്ഷാനിർണയത്തെ കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടണം. വീരസ്യവും മകുപ്പും പത്രാസും പ്രൗഢിയും ഡെമ്പും ഡെമ്പിച്ച് ഒന്നും പറയരുത്. നീ രക്ഷിക്കപ്പെടണം. സ്തോത്രം. അതതിന്റെ പ്രമാണം. എന്ന് പറഞ്ഞാൽ ബാധ വരാതിരിക്കാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിക്കണം. അവിടുത്തെ രക്തം വിലയേറിയ രക്തമാണ്. അവിടുത്തെ രക്തം പരിശുദ്ധ രക്തമാണ്. അവിടുത്തെ രക്തം ആമ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. അവിടുത്തെ രക്തം ഹാവേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്നതാണ്. അവിടുത്തെ രക്തം എന്ന് പറയുന്നത് രോഗശാന്തി തരുന്ന രക്തമാണ്. സ്തോത്രം. അവിടുത്തെ രക്തം നിനക്ക് സമാധാനം തരുന്ന രക്തമാണ്. അവിടുത്തെ രക്തം നമുക്ക് ജയം തരുന്ന രക്തമാണ്. എബ്രായ ലേഖനക്കാരൻ പറഞ്ഞിരിക്കുന്നത് ആട്ടുപുരുഷന്മാരുടെയും ആഴക്കിടാക്കളുടെ രക്തവും അതിനെ പൊട്ടുമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ചുറ്റി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം എന്റെ സകല പാപവും പോക്ക് നിന്നെ ശുദ്ധിക്കുന്നു. അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാൽ ഹിമം പോലെ വെളുപ്പിക്കും. എത്ര കാടി ചുമപ്പായിരുന്നാൽ പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശുവിന്റെ വലിയേറിയ രക്തം. ദൈവത്തിന് മഹത്വം. അത് ഓടിച്ചു പോകാം. വരാതിരിക്കാൻ ഞാനൊരു 10-15 കാര്യം പറയണമെന്നുണ്ട്. പിന്നെ ഞാൻ മുതിരുന്നില്ല. പറഞ്ഞ മൂലക്കറി ദൈവത്തിന് മഹത്വം. വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം ഈ കുഞ്ഞാടിന്റെ രക്തം എടുത്തലയാകരിക്കണം എന്ന് പറഞ്ഞ ജോർജ് കുട്ടി നീ രക്ഷിക്കപ്പെടണമെന്നായി പറഞ്ഞു. സ്തോത്രം. ഇല്ലെങ്കിൽ സൂക്ഷം തട്ടിപ്പോ. അതുകൂടെ പറയാനാ വന്നത്. നാളെ യോഗം ഇല്ലാത്തതുകൊണ്ട് അതുകൂടെ പറഞ്ഞേ നോക്കൂ. എപ്പോഴാണ് നിന്നെ മരണം പിടിക്കുന്നെന്ന് അറിയത്തില്ല. പണ്ടൊക്കെ ആണ് വലിച്ചു കിടക്കും പോവുകയല്ല. ഇപ്പോഴാണ് അന്നേരം പോവുക. പണ്ട് നമ്മൾ ചോദിക്കല്ലേ എങ്ങനെയുണ്ട്? ഒരു കുറുകുറുപ്പും മുട്ടലും ഒക്കെ ഉണ്ട്. മിക്കവാറും വെളുപ്പിക്കുമെന്ന്. വെളുപ്പിനെ നമ്മളെ നമ്മൾ പുള്ളി ചാരി ഇരുന്ന് പൊടിയരിക്കഞ്ഞു കുടിക്കുന്നു. പ്രാവല പോകാൻ ഒരു താല്പര്യവും. 2 ദിവസം കഴിഞ്ഞ് പിന്നെയും ചെന്നപ്പോൾ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട്? ചെള്ളയ്ക്കൊരു നീരും കാലിന്റെ പൊത്തൊക്കെ ഒരു ഉണ്ട്. മുഖമൊക്കെ ഇടിപ്പിച്ചു. മിക്കവാറും നമ്മളെ വീട്ടിൽ ചെന്നപ്പോൾ പുള്ളി ഒട്ടുപാലെടുത്താണ്. എന്ത് ചെയ്താൽ ഇവിടുന്ന് പോകാൻ. പിന്നെ മൂപ്പിലില്ലാത്തപ്പം മരുമക്കളോ മക്കളോ പറയും ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കണം. ഇങ്ങനെ പെട്ടെന്ന് പോകണമെന്ന്. അത് പിന്നെ പച്ചയ്ക്ക് പറഞ്ഞില്ലെന്ന്. പിന്നെ ഞങ്ങളതിന്റെ പരുവത്തിന് പ്രാർത്ഥിക്കും പോകേണ്ട ആളാണ്. അധികം താമസിക്കാതെ പിന്നെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ശിവപാസിരിക്കുന്നു വിളിക്കുന്ന കാര്യം അറിയാവുന്ന ദൈവത്തിന്റെ മഹത്വം. ഇപ്പോഴത്തെ മരണം അങ്ങനല്ല, പെടുമരണമാണ്. നമ്മൾ ചോദിക്കല്ലേ നങ്കച്ചൻ എങ്ങനെയാ മരിച്ചത്? ആ യോഗത്തിനിടെ ഒരു നിക്ക് കിട്ടതാ. ഒറ്റയ്ക്കലിനെ ഉള്ള നങ്കാ നീ. സ്തോത്രം. തകമാമ എങ്ങനെയാ മരിച്ചത്? യോഗത്തിനിടെ വായിക്കോട്ട വിട്ട. പിന്നെ മേല് കയറി അടങ്ങിയായിരുന്നു. ഇതിനൊക്കെ ഉള്ളെന്ന് 29 വായിക്കോട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ നിനക്ക് അര വായിക്കോട്ടയ്ക്ക് പോലും നീ ഇല്ലെന്ന്. സ്തോത്രം. ദൂരമേ അല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. ദൂരമേ അല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും.
ഒരു കാര്യം ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ ദേശവാസികളോടും പ്രിയപ്പെട്ടെന്ന് പറയാ, അവൻ മരണഭൂതം നിന്നെ വന്ന് വലം വെക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. യേശു മാത്രമായ രക്ഷകൻ, യേശു ക്രിസ്തുവിൽ മാത്രമായ രക്ഷ. കണ്ണടയുന്നതിന് മുമ്പ് നീ കാര്യം ഉറപ്പാക്കി വെച്ച് പോകണം. സ്തോത്രം, സ്തോത്രം. ഇപ്പോഴൊക്കെ പെരുമരണമാണ്. സ്തോത്രം. ബ്ലസൻ എങ്ങനെയാ മരിച്ചേ? സൈലന്റ് ആയിരുന്നു. അവൻ യോഗത്തിനും സൈലന്റ് ആയിരുന്നു. 20 കൊല്ലമായിട്ട് ഓടി വന്നിരിക്കുക, അവൻ സൈലന്റാ. പോയതും സ്തോത്രം. പെട്ടുമരണങ്ങളാ. കുഴഞ്ഞു വീണ് വായിച്ചിട്ടില്ലേ? കുഴഞ്ഞു വീണു. അതുകൊണ്ട് ഒരു കാര്യം പറയാം, കണ്ണടയുന്നതിന് മുന്നേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. സ്തോത്രം. അവൾ മാറി വരാതിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, കുഞ്ഞാടിനെ അകത്ത് ചോരത്തളി ആചരിക്കണം. നിന്റെ വീടിനെ ചോര തളിക്കണം. യേശുവിന്റെ പരിശുദ്ധ രക്തം. അങ്ങനെ ചോരത്തളി ആചരിച്ച ഒറ്റ വീട്ടിൽ സംഹാരങ്ങൾ കയറിയില്ലല്ലോ. കേറിയോ? അങ്ങോട്ട് വന്നപ്പം അവിടെ ആരാണ്ടെന്ന് പറഞ്ഞു. അങ്കച്ചൻ്റെ അവിടെ രക്തമല്ല, ആരും കയറി. അങ്കച്ചൻ തട്ടിപ്പോയി, എൻ്റെ മൂത്ത മോൻ തട്ടിപ്പോയി, അങ്കച്ചൻ്റെ അപ്പൻ ആ പഴയ മൂപ്പിലെ അയാളും തട്ടി. ഒരു വീട്ടിൽ മൂത്തത് എത്ര എണ്ണം ഉണ്ടാകും? ഞങ്ങളുടെ സഭയിലെ മൂപ്പനാണ്. നീ ആയിരിക്കും ആദ്യം തട്ടിപ്പോകുന്നു. ഞങ്ങളുടെ സഭയിലെ പിന്നെ സൈഡ് സീറ്റിലേക്ക് ആ മൂത്ത് അടിച്ച് തൂത്ത് കളയും ദൈവം. മൂപ്പൻ മൂത്തതാണ്. ആരൊക്കെ മൂത്തിട്ടുണ്ടോ അവനെല്ലാം സംഹാരം കയറി. പക്ഷെ ചോരത്തളി ആചരിച്ചാൽ നിനക്ക് രക്ഷയാണ്. ചുരുക്കി പറഞ്ഞാൽ സംഹാരദൂതൻ വന്ന് സകലയിടത്തിനും തട്ടിയെന്നാൽ ചോരത്തളി ആചരിച്ച ഇസ്രായേൽ മക്കൾ അന്ന് രാത്രി അവിടെ നിന്ന് വിടുതല പ്രാപിച്ചിറങ്ങുക. ആ അയ്യോ, സകല എണ്ണം ഒരു കുളമ്പ് പോലും ചേച്ചിക്കാണ്. അങ്ങനെ എഴുതിയേക്കുന്ന ഒരു കുളമ്പ് പോലും ഒരെണ്ണത്തെ ശേഷിപ്പിച്ചില്ല. ഊടുപാട് ദൈവം അവരെ പുറപ്പെടുവിച്ചെന്നാ. ഞാന് പാടാൻ നേരമില്ല, അതുകൊണ്ടാണ് സകല പെട്ടിയും കുട്ടിയും ചട്ടിയും മട്ടിയും തൊട്ടിയും പട്ടിയും എല്ലാം പോണെന്നാ. പെട്ടിക്കൽ മേച്ചക്കൽ കട്ടിൽ ശിശു തൊട്ടിൽ അതി കിട്ടും കൂട്ടിൽ. അപ്പം പെട്ടികൾ മേശകൾ കട്ടിൽ ശിശു തൊട്ടിൽ അതി കിട്ടും കൂട്ടിൽ. പെട്ടികലം മരം ആ ചട്ടി മരം കലം കോട്ട നല്ല ചട്ടുറ്റ പൊട്ടിക ചട്ട. ചട്ടി മരം കലം കോട്ട നല്ല ചട്ടുറ്റ ചട്ടകൾ പട്ടി. പെട്ടിമരം കലം ചട്ടി പിന്നെ ചട്ടുറ്റ വട്ടികൾ കൂടി. ചട്ടിമരം കലം കോട്ട പിന്നെ ചട്ടുറ്റ വട്ടികൾ കൂടി. അട്ടിയടുക്കി ശകട നിന്റെ തട്ടു തകരുന്ന ശകടം വണ്ടി എല്ലാം വണ്ടിയെ കയറ്റിയെന്ന്. ശകടവേ പെട്ടിയെ കയറ്റി പെട്ടി കയറ്റി കുട്ടി കയറി കട്ടി കയറി ചട്ടിയെടുത്തു പട്ടിയെടുത്തു. ഒരു കുളമ്പ് പോലും. സ്തോത്രം. സകല എണ്ണവും മിസ്രയീമിൽ നിന്ന് പുറപ്പെടുക. മിസ്രയീമിലെ റമസേസിന്ന് സുക്കോത്തിലോട്ട് പോവാ. ഇതിങ്ങനെ പോകുമ്പോ പാട്ടുമൊക്കെ പാടുന്നത് നമുക്ക് പാട്ടാവുമല്ലോ കൂടുതലും. അപ്പം ഇവര് ജഗത്തിന്റെ പാട്ട് പാടിയായി പോകുന്നത്. കുഞ്ഞാട്ടിൻ തീരു അങ്ങനൊന്നും പാടണ്ട. പറഞ്ഞേ അവര് അനുഭവത്തിൽ നിന്നാ പാടുന്നത്. നമുക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ട് ഷൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവര് കുഞ്ഞാടിനെ അകത്ത് ചോരത്തിൽ ആദരിച്ചു. നല്ല ഞായറാഴ്ച അങ്ങോട്ട് വരുമ്പോ നല്ല ഇടിലി പോലെ ആയിരിക്കുന്നത്. കുഞ്ഞാട്ടിൻ തീരു ചങ്കിലെ ഓ മക്കം രചന ജഗത്തിന്റെ പാട്ടാ. ആരാ? ഇസ്രായേൽ മക്കള്. ആര് പാടാതിരിക്കാൻ ചോരത്തളി ആചരിച്ചത് അവർ ഈ പാട്ടുമൊക്കെ പാടി. സ്തോത്രം. പാട്ടുമൊക്കെ പറഞ്ഞ ഒരാളത്ത് വന്നിട്ട് ഒരു ബാധകം നിന്റെ കൂടാരത്തിൽ പാട്ട് പാടി നല്ല വാറ്റമൊക്കെ നല്ല തടിപ്പുറത്ത് പിടി പോലെ പോവുക. അങ്ങനെ മിസ്രയീമിലെ എന്നായിരുന്നു സംഭവം? അവിടെ നിന്ന് ചൊല്ലി അടക്കുക ഓരോന്നിനെ.
33:1 മുതൽ വായിച്ചേ. സംഖ്യ 33:1 മുതൽ വായിച്ചേ. ഇസ്രായേൽക്കാരൻ അടുക്കുകയായിരുന്നു ഏതാ ചോരത്തിലെ ആചരിക്കാത്തവരെ. മോശയുടെയും അഹരോന്റെയും കൈക്കീഴിൽ ഗണഗണമായി ഇസ്രായേൽ ദേശം നിന്നും പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങളാവിത്. മോശ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതി വെച്ചു. അവർ ചെയ്ത പ്രയാണങ്ങളാവിത്. 1-ാം മാസം 15-ാം തീയതി അവർ റംസേസിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചോരത്തിലെ ആചരിച്ച് പെസഹായുടെ പിറ്റേന്നാ. അങ്ങനല്ലയോ? വായിച്ചോ. പെസഹ കഴിഞ്ഞ് പിറ്റേന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാം മിസ്രൈമിലും കാണുക. പെസഹ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം എല്ലാം ഇസ്രായേലും കാണുക. ഇസ്രായേൽ മക്കള് യുദ്ധസന്നദ്ധരായിട്ട് പുറപ്പെട്ടു. അടുത്ത വാക്യം വായിച്ചേ. മിസ്രൈമിലോ പാത്രങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെല്ലാം കുടിച്ചിടുകയായിരുന്നു. ആ കടിഞ്ഞൂലിനെ മുഴുവൻ കുടിച്ചിടുക. ഇവര് ജയത്തിന്റെ പാട്ട് പാടി 91-ാം സങ്കീർത്തനം, എന്റെ ഭാഷയാ, അവര് 91-ാം സങ്കീർത്തനം പാടി. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് പറയുന്നു. പിന്നെ അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. പാട്ടുമൊക്കെ അങ്ങനെ. പറവോന് ഞാൻ അടിമയല്ല, പരാമസിയോനിൽ ഞാൻ പാടുതല്ലേ. കുഞ്ഞാടിന്റെ വിലകേറിയാനിനത്തിൽ, കുഞ്ഞാടിന്റെ വിലകേറിയാനിനത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട രക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട രക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. അപ്പൊ ഇവര് 91-ാം സങ്കീർത്തനമൊക്കെ വായിച്ചേ, ഈ പാട്ടുമൊക്കെ പാടി ഇസ്രായേൽ മക്കൾ അങ്ങോട്ട്. അന്നേരം അവിടോ അമ്മയെ കടഞ്ഞൂര് കുളിച്ചിരുന്ന അവിടെ 90-ാം സങ്കീർത്തനം. അങ്ങനെ ഇവര് 91 പാടി കനാലിലോട്ട് പോകുമ്പോൾ അബദ്ധങ്ങൾ അവിടെ അവര് പാട്ടും പാടി. ഏത് പാട്ടാന്ന് ചോദിച്ചാൽ മരണം വരുമൊരു നാൾ ഓർക്കുക മർദ്യാനി. അതാകാനാ സാധ്യത. മരണം വരുമൊരു നാൾ ഓർക്കുക മർദ്യാനി. കൂടെ പോരും നിൻ ജീവിത രീതികളും സൽക്കർമ്മങ്ങൾ അലസത കൂടാതെ നീ തലമുറയായി ഞങ്ങളുടെ ധന്യതമായിരിക്കുന്നു. നീ ഭൂമിയായി ഭൂമിടുന്നതായി നിർമ്മിച്ചതിനു മുമ്പ് ദീനാദിയായി ജാഗ്രതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. മരണം വരുമരുത ഓർക്കുക മർദ്യാനി. അപ്പൊ ഇവിടെ പറവോണ്ട് ഞാൻ നിന്നെ അടിമയല്ല, പറവോണ്ടു ഞാൻ ഇനി അടിമയല്ല, പരാമസിയോനിൽ ഞാൻ അന്യനല്ല. പരാമസിയോനിൽ ഞാൻ അന്യനല്ല. ഇന്ന് രാത്രി ഞാൻ വിസ്തരിക്കുന്നില്ല. ഒരു 12 മണി വരെ പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അടങ്ങുക. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ബാധ വരാതിരിക്കാൻ എന്നെ കേൾക്കുന്ന പ്രിയരെ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, കുഞ്ഞാടിനെ അകത്ത് നീ ചോരത്തിൽ ആചരിച്ചോ. എന്റെ കണ്ണടയുന്നതിന് മുന്നേ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നാളത്തെ പ്രഭാതം കാണുമെന്ന് തന്നെ ഇത്ര ഉറപ്പ്, രാത്രി മുഴിപ്പിക്കുമെന്ന് തന്നെ ഇത്ര ഉറപ്പ്. ഞാൻ രാത്രി പ്രാർത്ഥിക്കാൻ നേരത്തൊക്കെ പഴയ പാട്ടൊക്കെ പാടിയാ കിടക്കുന്നത്. സന്ധ്യക്ക് പാടും, യോഗമുള്ളപ്പം യോഗം നിർത്തും, കിടക്കാൻ നേരത്തും ഞാൻ പാടും. അമ്മ പാടുവോ അമ്മ കിടക്കാൻ നേരത്തും? ഏത് പാട്ടാ പാടുന്നത്? ഏത് പാട്ടാ എനിക്കൂടെ പാടാൻ? ഞാൻ പാടുന്ന മിക്കപ്പോഴും പാടുന്ന പാട്ട് ഏതാണെന്നറിയോ? കിടക്കാൻ നേരത്ത്
ഇന്ന് രാത്രിയിൽ എന്റെ പ്രാണനെ നീ എടുത്തിടു ഇൽവിഭോ, നിന്നിൽ ഞാൻ നിദ്ര കൊണ്ടു വിശ്രമിച്ചിടുവാൻ കൃപ ചെയ്യണേ. പ്രാണനായകൻ യേശുവേ, നീ ഈ രാത്രിയിൽ എഴുന്നള്ളിയാൽ ആനന്ദത്തോടെ ദാസനും എതിരേൽക്കുവാൻ കൃപ ചെയ്യണേ. ആനന്ദത്തോടെ ദാസനും രാത്രി ഞാൻ ഇടക്കയിൽ പ്രാണനാഥനെ വേദവാക്യങ്ങൾ ഓർത്തു ധ്യാനിച്ചു മോദമായി പ്രാർത്ഥിച്ചിടുവാൻ കൃപ ചെയ്യേ. നല്ല പാടാ ഈ പാട്ടമ്മ പാടുവാണ്. പഠിക്കണേ, നീ ഇത് പഠിച്ചു ഇത് പാടിയാ മതി. സാധാരണ അമ്മ ഇത് പാട്ടാ പാടുന്നത് കിടക്കാൻ. സന്തോഷം കൊണ്ട് ചോദിച്ചതാ. എല്ലാം പാടും, അതിന് ഞാൻ എല്ലാം ഒന്നും പാടില്ല, ഞങ്ങൾ പാടിയാണ്. നല്ല പാട്ടാ. നാളെ പുലരുന്നത് കാണുവാൻ ഇടയാകുമെന്ന് ആരറിഞ്ഞു? ഇന്ന് രാത്രി മരണത്തിന്റെ തണുത്തകരം നിന്നെ തപ്പിയാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാ? കൂടാ ഇന്നുക കുടിക്കുക ആനന്ദിക്കാൻ ആള്. ഇന്ന് രാത്രി നിന്റെ ജീവനെ എടുത്താൽ നിന്റെ FD, പാസ്ബുക്ക്, ATM കാർഡ്, നിന്റെ വെമ്പള, നീ കണ്ണടയാണ്ടിരിക്കുക മേരിക്കുട്ടി. നിന്റെ അച്ചായനും പറഞ്ഞ് തപ്പുന്നതെല്ലാം കാർഡിനായിരിക്കും. അച്ചായനൊന്നുമല്ല നീ കൊടുക്കുന്ന. മനസ്സിലായോ? അവിടെ നിന്നോട് നല്ല ബുദ്ധി പറഞ്ഞു തരിക. ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. നല്ല അവസരം ദൈവം നിനക്ക് തരിക. നല്ല ഇത് സുപ്രധാന കാലമാണ്. നമ്മളിതെല്ലാം പറയുമ്പോൾ അവര് ചോദിച്ചു നാളെ യോഗം ഉണ്ടോ? നാളെ യോഗമുണ്ട്, നീ ഉണ്ടെന്ന് അങ്ങനെ അറിഞ്ഞു? പണ്ട് തേൻ കുടിച്ച് താമര കയറി കുടിച്ചു. പലപ്പോഴും പോയി കുടിച്ച് അച്ഛന് മനസ്സിലായി ഞാൻ പറയാനുണ്ട്. അതൊരു ഇരുത്തിയ ചിരി. പണ്ടത്താൻ ഇങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി റോസാപ്പൂവിൽ നിന്ന് ഇച്ചിരി കുടിച്ചു, പിന്നെ ചെത്തി കയറി ഇച്ചിരി കുടിച്ചു, പിന്നെ ശംഖുപുഷ്പത്തിനകത്ത് നിന്ന് ശംഖുപുഷ്പം കേട്ടിട്ടില്ലേ? നീ അത് പാടി നടന്നല്ലേ? ശംഖുപുഷ്പം കണ്ണെഴുതപ്പ ചങ്കലയെന്ന് പറഞ്ഞ് നീ അവനിപ്പോ ശംഖുപുഷ്പം അറിയാമേ. കലന്തല അവിടെ പോക്കും പോയി. ചുരുക്കി പറഞ്ഞാൽ പണ്ടത്തെ രാവിലെ വീട്ടിൽ നിറങ്ങി വെള്ളം പൂക്കളെല്ലാം കയറി മധു മുകർന്ന് ഊറി കുടിച്ച് ഒടുവിൽ സന്ധ്യ വൈകുന്ന നേരത്ത് ഒരു താമര കണ്ട അന്ന ഇതുകൂടെ കുടിച്ച ചങ്ങ് കുടിച്ചത് കൊണ്ട് അവനെ തൃപ്തി. പിന്നെ അവൻ കുടിക്കാനിരിക്കുക. അങ്ങനാണല്ലോ കുടിയന്മാര്. സ്തോത്രം. അവനൂടെ കുടിച്ചു ഊറി കുടിച്ചപ്പം അന്തിയായി താമരയുടെ എതിർ വന്നങ്ങ് ഊമ്പി ഇയാൾ ഇതിനകത്തായി. നിങ്ങളിപ്പോ ഇരിക്കും പോലെ ദൈവമേ വന്ന് പെടുകയും ചെയ്ത് ആ മഴ പെയ്തപ്പോ ഓർത്ത് അങ്ങ് പോകാതെ നിന്ന് മഴയിൽ നിന്ന് അയാൾ അന്നെ ബോധമില്ലാത്തവനെ എഴുന്നേറ്റ് പോയാവല്ലോ പറയുകയും ചെയ്യും. വണ്ടിയിൽ തന്നെ ഇരുത്തിച്ചിരിക്കുക. ഇരിപ്പ് കാണുന്നവരൊക്കെയാ വണ്ടിരിക്കുമ്പോൾ നീ വന്നിരിക്കുക. അവനുടെ അതിനകത്ത് വണ്ടി കയറിയിരിക്കുക. വണ്ടത്താൻ അവിടെ നിന്ന് ചിന്തിക്കുന്നത് കവിയുടെ ഭാവനയാണ്. രാവിപ്പോൾ ജനമങ്ങൊടുങ്ങും ഉജസെങ്ങും പ്രജാ എന്തുവാ വർത്താനം പറഞ്ഞ എന്നാ ഞാൻ ചൊല്ലിയത് തെറ്റിയെന്നാണോ? എന്തുവാ പറഞ്ഞു? ഇയാളെ നിർത്തുന്നില്ലെന്നോ? ഞാൻ നിർത്താൻ പോവാ.
അപ്പൊ പണ്ട് ചിന്തിക്കുക, രാവിപ്പോയി ജനമങ്ങൊടുങ്ങും ഉഷസംഗം പ്രകാശിച്ചിടും ദേവൻ സൂര്യൻ ഉദിക്കും ഈ കമലവും ചാലേ വിരിഞ്ഞിടും. കണ്ട് ചിന്തിക്കുക, രാവിപ്പോയി ജനമങ്ങൊടുങ്ങും ഉഷസംഗം പ്രകാശിച്ചിടും ദേവൻ സൂര്യൻ ഉദിക്കും ഈ കമലവും ചാലേ വിരിഞ്ഞിടും. ഏവം മുട്ടിനകത്തിരുന്ന അളി പണ്ട് ഏവം മുട്ടിനകത്തിരുന്ന അളി മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിൽ മനോരഞ്ഞ് എവൻ ചിന്തിക്കുക, ഏതായാലും വന്ന് പോയി കുടിച്ചും പോയി ഇത് വന്ന് ഊമ്പിയും പോയി ഇനിയിപ്പം നാളെ നേരം വിളിക്കാതെ പെട്ടെന്ന് കാണില്ല. ഏതായാലും നാളെ നേരം സൂര്യൻ ഉദിക്കും വെളുക്കും പറന്നു പോകാം ചിന്തിച്ചോണ്ടിരുന്നപ്പോ ദന്തി കാട്ടാന വന്ന് അവര് പറഞ്ഞത് ആടോട്ടിട്ട് തങ്കത്തിന് ദൂരം കൊടുത്ത് കേൾക്കണം വണ്ടെത്താൻ. ഇന്ന് രാത്രി നാളത്തെ ദിവസമാകട്ടെ ഒന്ന് പ്രശംസിക്കരുത്. ഒരു ദിവസം എന്തെല്ലാം ആരറിയുന്നു? നാളത്തെ ദിവസം നമുക്കുള്ളതല്ല, ദൈവത്തിന്റെ കാര്യങ്ങളില്ല. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാണ് ദൈവത്തിന് പറഞ്ഞത്. ഇനി ദീർഘമാക്കുന്നില്ല, രണ്ട് കാര്യം പറഞ്ഞങ്ങ് നിർത്താം. 9 9:30 എത്രയായി? 9 ഒരു 9:15 വരെ പോട്ടെ. ഇല്ല ബാധ വരാതിരിക്കാൻ എന്തോ ചെയ്യണം? ഒന്ന്, കുഞ്ഞാടിന് അകത്ത് ചോരത്തളി ആയിരിക്കണം. രണ്ട്, നിങ്ങള് ലേവ്യ പുറപ്പാട് പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 23 എന്ന് വായിച്ചേ. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയുമെന്ന് പറക. എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ടു. അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തി എടുത്ത് തന്റെ മകന്റെ പരിച്ഛേദന കർമ്മം നടത്തുക, ബാധ കയറി വരിക. മോശെ മിദ്യാനിലെ പുരോഹിതനാകുന്ന യിത്രോവിന്റെ ആടുകളെ മേയിച്ചൊടുവിൽ അവിടുത്തെ സിപ്പോറയെ വിവാഹം കഴിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മോശ അമ്മായിയപ്പനാകുന്ന യിത്രോനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങള് വന്നിട്ട് ഒത്തിരി കാലമായല്ലോ, ഞാൻ അന്ന് ഒറ്റ ഓട്ടം റിലേ ഓടിയതാ. പാസ്സായിരിക്കും. അപ്പൊ അന്ന് ഒരൊറ്റ ഓട്ടം മിസ്രയിൽ നിന്ന് ഓടി മിദ്യാനി വന്നിരുന്ന ഉഷ പോലും ഞങ്ങളുടെ ഒപ്പം പിറ്റിയൂഷയുടെ കാര്യമാണ്. അത്രയ്ക്ക് സ്പീഡിലാ മോശ ഓടി. ഇവിടെ വന്ന മൂച്ചിനെ കല്യാണം കഴിച്ചു. അല്ലെങ്കിൽ വിളിച്ചിട്ട് കഴിക്കാൻ കിട്ടുകയല്ല. ചില ഗൾഫിൽ നിന്ന് വന്ന ഉടനെ കല്യാണം കഴിക്കാൻ ജോലി പോയായി വരുന്നത്. അത് ഇവിടുത്തുകാർക്ക് അറിയത്തില്ല. ബ്രദർ മോനെ എവിടുന്ന ഗൾഫില്ല എന്ന് വന്നു. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞാൽ എന്ത് ചെയ്താ പോകുകയല്ല. രണ്ട് കാലം നടക്കും പോലെ നിങ്ങൾ ഞങ്ങളുടെ അച്ഛൻ്റെ കാര്യം നല്ല പുള്ളി, നിന്റെ അച്ഛൻ്റെ കാര്യം തന്നെ. അപ്പൊ ചുരുക്കി പറഞ്ഞ അച്ഛാ ഞങ്ങളെ വന്നിട്ട് ഒത്തിരി നാളായില്ലേ, ഞാന് മിസ്രൈമിലോട്ടൊന്ന് പോവുക. അപ്പം ഇത്ര പറഞ്ഞാൽ അവളെയും പിള്ളേരെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. നിങ്ങളെ വിട്ടേക്കിനി കെട്ടിച്ച് വിട്ടെന്നാ. ഇതിപ്പോ അങ്ങനല്ല, കെട്ടിച്ച് വിട്ടാലും പോവുകയല്ല. ആരല്ലേ പറയാം കെട്ടിച്ച് മോളെ എന്ത് ചെയ്യാം, അവളെ കെട്ടിച്ച് വിട്ടു. എവിടെ അവള് കൊച്ചുങ്ങളായിട്ട് ഇവിടെ നിൽക്കുക. എന്നെ ദീർഘശ്വാസം വിടുന്നേ കണ്ടു. ഞാൻ ദീർഘശ്വാസമൊക്കെ ഞാൻ കണ്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞ മോശെ ഭാര്യ പിള്ളേരുമായിട്ട് നേരെ അങ്ങോട്ട് വഴിയിൽ വെച്ച് സത്രത്തിൽ വെച്ചു പാത കയറി വരിക. മനസ്സിലായി പരുവക്കേട ആള് കത്തിപ്പോകും. ക്ഷണത്തിൽ പെട്ടെന്ന് ഒരു കൽക്കത്തി എടുത്ത് പുത്രന്റെ അഗ്രകർമ്മത്തെ ഛേദിച്ച് പരിച്ഛേദന. കാരണം ഇത് ഇപ്പൊ ഉണ്ടാക്കിയ നിയമമല്ല. ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ നീ യഹൂദനോട് ബന്ധപ്പെട്ട് നിത്യ നിയമമായിട്ട് ദൈവം. ഇവിടെ വന്നുള്ള ഈ ആടും തീറ്റയും ബഹളവും
ദത്ത് നിൽക്കുകയല്ലേ, ദത്താകുമ്പോ അതിൻ്റെതായ ക്ഷീണം. ദത്ത് വന്നാൽ പറയും ഞങ്ങളുടെ ഭാഷയെ കൊണ്ട് പ്രതിഷ്ഠിപ്പിക്കുന്നവളെന്ന് പറയും. മനസ്സിലായില്ല? ദത്ത പിന്നെ അവനും അങ്ങോട്ടാണ് അങ്ങനെയാന്ന് അവൻ അപ്പനോട് പറയും നിങ്ങൾക്ക് സമയമുണ്ടേ വരുന്നത്, ആയിക്കോട്ടെ. ചുരുക്കി പറഞ്ഞ കക്കത്തിയെടുത്ത് പരിച്ഛേദന നടത്തി. ബാധ മാറി. എന്തുവാ ഈ പരിച്ഛേദന? പഴയ നിയമം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ യഹൂദനോട് ബന്ധപ്പെട്ട് അവൻ പുറമെയുള്ള പരിച്ഛേദനയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുറമെയുള്ള പരിച്ഛേദനയല്ല, ഹൃദയത്തിന്റെ പരിച്ഛേദന. നിങ്ങൾ ആ റോമാലേഖനം 2-ാം അധ്യായം എടുത്താട്ട് റോമാലേഖനം നമുക്കറിവുള്ള വാക്യം 2-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യം വായിച്ച റോമർ 2:29. അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ. പിന്നെ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. യഹൂദനോട് ബന്ധപ്പെട്ട് പുറത്തെ പരിച്ഛേദനയാ. പുതിയ നിയമ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ്. യിരെമ്യാവ് 4:4 ചേർത്ത് വായിച്ചോ. യിരെമ്യാവ് 4:4. പെട്ടെന്ന് സമയമില്ല, പെട്ടെന്ന് യിരെമ്യാവ് 4:4 ചേർത്ത് വായില്ലേ. യഹൂദ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവിൻ. ഹൃദയത്തിന്റെ അഗ്രചർമ്മം പുറമേയുള്ളതല്ല. അതിനാ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ഇതിനകത്ത് ദുശ്ചിന്ത, പക, പണക്കം, കോപം, ക്രോധം, ഈർഷ്യ, ജാരഹങ്ക ഇതെല്ലാം വെച്ചോണ്ടായി ഗ്ലോറി, വിക്ടറി, കാൽവറി എന്ന് പറഞ്ഞ് മേപ്പൊട്ടിക്ക് പൊട്ടിച്ചാടുന്നത്. തമ്പയുടെ തല്ലി പൊട്ടിക്കുന്നു, കണ്ണാടിയുടെ പുറത്ത് കയറി ചാടി നിൽക്കുന്നു. ആത്മാവിലായപ്പം അപ്പുറത്തെ സഹോദരയുടെ പള്ള അങ്ങ് താങ്ങി. അപ്പൊ തന്നെ ഇതിനകത്ത് മുഴുവൻ പകയും വൈരാഗ്യവും പിണക്കവും ഉള്ള കുഞ്ഞായ്മ. അത് കണ്ടിക്കണം. അതാ പരിച്ഛേദന. നിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു. നിശ്ചയം ഹൃദയ പരിച്ഛേദന, നിർമ്മല ഹൃദയം. യേശു പഠിപ്പിച്ച ഉപദേശമത ഹൃദയശുദ്ധിയുള്ളവർ അവരാ ഭാഗ്യവാന്മാര്. അല്ല, ബന്ധുക്കോസ് വരുന്നവരെല്ലാവരും അല്ല, പള്ളി പോകുന്ന എല്ലാവരും അല്ല. 5 മണിക്കത്തെ കുർബാനയ്ക്ക് പോകും കറിയാച്ചൻ അനിയനോട് മിണ്ടത്തുമില്ല. എന്തിനാണ് ആ കൊച്ചുവെളുപ്പാങ്കാലത്ത് പാമ്പി അങ്ങോട്ട്? പുള്ളി എല്ലാ കൊല്ലവും മലയ്ക്ക് പോകും. സ്വന്തം പറ്റുന്നുള്ളവർക്ക് വെള്ളം കൊടുക്കുകയല്ല, നിന്നെ കടുവ പിടിക്കും. കൈയറത്ത ഉപ്പ് തേക്കിയാല സഹോദരങ്ങളോട് മിണ്ടത്തുമില്ല. അവൻ ആണ്ടോടാണ്ടൊക്കെ മക്കയ്ക്ക് പോവുക. നീ കയറുന്ന പ്ലെയിൻ താഴും. സഹോദരങ്ങളോട് മിണ്ടുകയല്ല, കൈ കൊടുക്കത്തില്ല. അയലത്തുകാരോട് പണക്കം, ഭർത്താവിന്റെ വീട്ടുകാരെ വീട്ടിൽ കയറ്റുകയല്ല. അങ്ങനെയുള്ള സൈസൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഇങ്ങനെ ലോറി എന്നൊക്കെ പറഞ്ഞ് 2 മണി പോട്ടാക്കിയാവല്ലോ, ഞാൻ അംഗീകരിക്കൂ. അയലത്തുകാരോട് മിണ്ടുകയല്ല, ഒരു കുഞ്ഞുങ്ങൾക്ക് ഗുണം ചെയ്യുകയില്ല. സ്തോത്രം. ഞായറാഴ്ച ആകുമ്പോൾ വെള്ളസാരി കൊടുത്തിട്ട് മുണ്ടി പോകുമ്പോലെ എവിടെ കൊട്ടാരക്കന്നെ അപ്പുറം ആരാണ് ഞങ്ങൾ എന്തിനാടാ ഇങ്ങനെ നടക്കുന്നേ? അകത്ത് മുഴുവൻ പാക, പിണക്കം, വൈരാഗ്യം. അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. യേശു പഠിപ്പിച്ചതാ, ഹൃദയശുദ്ധിയുള്ളവർ അവരാ ദൈവത്തെ കാണുന്നേ. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം. എന്നാൽ ദുർമതികൾ ചൂക്കികൾ ബഹുമതി വിടറിയ ഉള്ളം വിളകും.
തീയാലും നീലകം ഞാനോ മുറ്റമില്ലാതിൽ എന്റെ കൈകളെ കാണുകയില്ല. ഞാനോ മുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കാണുകയില്ല. ചെറുക്കം തട്ടിപ്പോകാതിരിക്കാൻ പുറമേയുള്ള പരിച്ഛേദന നടത്തി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, ഇവിടെയും ബാധ വരാതിരിക്കാൻ നീ ഹൃദയത്തിന് പരിച്ഛേദന നടത്തണം. നിന്റെ ഹൃദയത്തിലെ കുശുമ്പും മുന്നായ്മയും പാകയും വിദ്വേഷവും. റൈച്ചലേ പേരൊക്കെ നല്ല പേരാ. ഗ്രേസ്, അകത്ത് മുഴുവൻ കുരുക. ഗ്രേസ്. സിസ്റ്ററുടെ പേരെന്നാ? കൃപ. ആയിക്കോട്ടെ. അമ്മാമ്മയുടെ പേരെന്നാ? സൂസന്ന. സിസ്റ്ററുടെ പേരോ? പ്രസിസ്. അമ്മാമ്മയുടെ പേരെന്നാ? എൻ്റെ പേര് രൂത്ത്. അമ്മായിമ്മയ്ക്ക് വെള്ളം കൊടുക്കുകയല്ല. പേരെന്തുവാ? അങ്ങനെ ആയിരുന്നോ രൂത്ത്? എന്തേലും പറ, നമുക്ക് പോകണ്ടേ? ആ, പേരൊക്കെ നല്ലതാ. മോന്റെ പേരെന്നാ? ഫിലേമോൻ. നല്ല പേര്, നല്ല മോന്. ഒരു കാര്യം പറയാം, ഈ ഹൃദയത്തിന് പരിച്ഛേദന വേണം. എടാ, നിന്റെ ഹൃദയത്തിന് പരിച്ഛേദന വന്നില്ലേ, പാറ അടിച്ച് നിന്നെ തൊലയ്ക്കുവെന്നായി പറഞ്ഞത്. ഇനി ഇത് കൂടുതൽ ഇനിയും വിശദീകരിക്കണോ? ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യും. ആകയാൽ നിങ്ങൾ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുകയും. പരിച്ഛേദന ചെയ്യും. അപ്പൊ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. ദൈവത്തിന്റെ മഹത്വം. ഞാൻ ധാരാളം കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് നിർത്തുക. ഗുണമാകാനാണ് 3 പോയിന്റ് മതി. 12 പോയിന്റ് ഉണ്ട്. ഗുണമാകാനാണ് 3 മതി. ബാധ വരാതിരിക്കാൻ 1, ചോരത്തിൽ യാതിരിച്ചോണം. 2, ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടായിരിക്കണം. 3, സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ആദ്യം വായിച്ച്. സംഖ്യാപുസ്തകം 23-9. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നത്. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നത്. 21-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചോ. 21. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവരുടെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ ഭാഗമെല്ലാം കൂടെ ചേർത്ത് പഠിച്ച് ബാധ വരാതിരിക്കാനുള്ള 3-ാമത്തെ കാരണം അവൻ കർക്കശമായി വേർപാട് പാലിക്കണം. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. നീ അവൻ ബാധ വരാതിരിക്കണമെങ്കിൽ ശക്തമായി വേർപാട് ആചരിക്കണം. സെപ്പറേറ്റ് ജനമാണ്. നാടോടുമ്പോൾ നടുവേ ഓടുകയല്ല. ജയലത്തിന്റെ നാട്ടിൽ ജനം നടത്തുണ്ടെന്നില്ല. എല്ലാവരും കാണിക്കുന്ന പോലെ, എല്ലാവരും ചെയ്യും പോലെ, എല്ലാവരും പറയും പോലെ, എല്ലാവരും നടക്കും പോലെ, എല്ലാവരും ആടുന്നത് പോലെ, എല്ലാവരും പാടുന്നത് പോലെ, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാൻ ആമേൻ സ്തോത്രം. ദൈവമക്കൾക്ക് പ്രമാണമില്ല. ഞാൻ സെപ്പറേറ്റാ. ഈ ലോകത്ത് ജ്യോതിഷനെ പോലെ നിൽക്കണം. ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്. ഇപ്പൊ അങ്ങനെ വേർപാടൊന്നുമില്ല. അവരെ പോലെ തന്നെ നമ്മളും. എന്താ വേർപാടല്ലേ? ഉപദേശിമാരും വേർപാട് ഇപ്പൊ പ്രസംഗിക്കുന്നുമില്ല. അറിയാമനായിട്ടല്ല, പേടിയാ. വേർപാട് പറഞ്ഞാൽ ഉള്ളതൂടെ ഇറങ്ങി പോകും. കാരണം ആൾക്കാരെ എടുക്കാൻ അവിടെ വലയായിട്ട് ആലോചിക്കുന്നത് ആണെന്ന്. എവിടാണെന്ന് ചോദിക്കരുത്. നമ്മൾ ഭയങ്കര ആളാണ്. സകല ഉണ്ടാവണ്ടിക്കകത്ത് ചെന്ന് 28 പോകും, മാമൂലിതാക്കി പോകും, ആണ്ടിയാത്തത്തിന് പോകും, അടിയന്തരത്തിന് പോകും, 40 ഉണ്ണിയപ്പോത്തിനും കൂടി കൊണ്ടുവരും. ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി എന്ത് വേണ്ട സകല കേസിനകത്തും. പള്ളി പെരുന്നാളിന് പോകും, അമ്പലത്തിലെ പരിപാടിക്ക് പോകും, ഗാനങ്ങളേക്കും പോകും, കൺവെൻഷനും വരും, പാർട്ടിയുടെ പരിപാടിക്കും പോകും. ഏത് കേസിനാ പുള്ളിയെ മാറ്റി നിർത്തും? വേർപാടൊന്നും ഇല്ലല്ലോ. എന്നെ മനസ്സിലാകാരിയാണോ അത് ഇങ്ങനെ പൊട്ടമാടത്തിരിക്കും പോലെ? വേർപാട് പാലിക്കുന്നില്ലല്ലോ.
ഞാൻ പെന്തിക്കോസുകാരോടാ പറയുന്നത്. അമരാത്തവനാന്നല്ല അവൻ കാര്യം പറഞ്ഞു. പെട്ടെന്ന് വായിച്ചോ. 3:8 പെട്ടെന്ന് വായിച്ചു. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി പറഞ്ഞോ. നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി. മുഴുവൻ ജാതികളാ, അതിനിടയിൽ ഒരു ജാതി. ആ ജാതിയെ പറ്റിയാണ് നമ്മൾ പാടുകയത്. ഇതുപോലൊരു ആ പാട്ടമ്മ പാടുവോ? അതാ ജാതി. ഒന്നുകൂടെ വായിച്ചോ സാജൻ പാസ്റ്റേ. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി, വേറൊരു ജാതി, സെപ്പറേറ്റാ. ജാതികളുടെ ഇടയിൽ വേറൊരു ജാതി. പിന്നെ ചിന്നിച്ചിതറി കിടക്കുന്നു. ഒത്തിരി ജാതികളില്ല കേട്ടോ. അവിടെ 2 കുടുംബം, അപ്പുറം ഒരു 3 കുടുംബം, അവിടെ ഒരു 2.5 കുടുംബം, അവിടെ ഒരു 1/2 കുടുംബം. അത് കള്ളയാ. പിള്ളേരാരും ഈ മാർഗത്തിലല്ല, കള്ള മാത്രം. ചിന്തിച്ചെതറി അവരുടെ ന്യായപ്രമാണങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്നു. ഒത്തിരിയില്ല, ചിന്നിച്ചെതറി കിടക്കുന്നു. അതുകൊണ്ടല്ലേ നമ്മളെ പറ്റുന്നത്. അധികം ആളൊന്നും ഇല്ലല്ലോ, ഇല്ലെന്ന് അങ്ങനെ അവസ്ഥ വായിച്ചു. ഞങ്ങളോട് എത്ര കുടുംബമുണ്ട്? ഞങ്ങളിവിടെ 8.5 കുടുംബം. ഞങ്ങളിവിടെ ഇരിക്കാൻ ഇടയില്ല. ഞങ്ങൾ വീണ്ടും പൊളിക്കാൻ പോവുക. ആയിക്കോ, കോടികളൊക്കെ പണിയാൻ പോവുക. ആയിക്കോട്ടെ, എന്നാ ദീർഘശാസ്ത്രം കിട്ടാൻ ദൈവത്തിന് മടുപ്പം. അധികമൊന്നുമില്ല, ചിന്നിച്ചവർ കിടക്കുന്നു. അടുത്ത പദം അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വ്യത്യാസമാണ്. ഇത് വേർപാടാണ്. ബാധ വരാതിരിക്കാൻ വേർപാട് പാലിക്കണം. കർക്കശമായി വേർപാട് പാലിക്കണം. പുതിയ നിബന്ധന ഉപദേശമാ വേർപാട്. മാനസാന്തരം, രക്ഷാനിർണയം, സ്നേഹം, പരിശുദ്ധാത്മ സ്നേഹം, വേർപാട് ഇത് കർക്കശമായി പാലിക്കണം. ദൈവത്തോട് മനുഷ്യനും കുറ്റമറ്റ മനസ്സാക്ഷിയോട് വേർപാട് പാലിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. പെന്തിക്കോസുകാരെ എല്ലാവരും കൂടെ കൊണ്ടുപോകാനല്ല, IPC-ക്കാരെ എല്ലാം കൂടെ കൊണ്ടുപോകാനല്ല, അർച്ചകോടിനെ എല്ലാം കൂടെ അടിച്ചു കയറ്റാനല്ല, ചാരോനെ അസംബ്ലീസ് കോഡിനെ കയറ്റാനല്ല, TPM-കാരെ എല്ലാം കൂടെ കൊട്ടാരക്കിടന്ന് കൊണ്ട് കൊണ്ടുപോകാനല്ല. ഇത് TPM-നും IPC-ക്കും ചർച്ചകോടിനും ചാരോനും ആ അസംബ്ലീസ് കോഡിനുള്ളതല്ല. വേർപാട് പാലിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ദൈവത്തിന് മഹത്വം. ബാധ വരാതിരിക്കാനൊന്ന് ചോരത്തൊലി ആചരിക്കണം. 2 ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടായിരിക്കണം. 3 കർക്കശമായി വേർപാട് പാലിക്കണം. ജീവിതത്തോടെ ജീവിച്ച നിനക്ക് വാങ്ങാൻ നിത്യതയില്ലാത്ത അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അല്പസമയം ഞാൻ എന്റെ വാക്ക് നിർത്തുക. വേറെ ഒത്തിരി കാര്യം പറയണമെന്നുണ്ട്. എങ്കിലും നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇരിക്കുന്നവരും ആ ഭവനത്തിലുള്ളവരും റോഡിൽ നിന്ന് ബഹുമാനരായ പ്രിയപ്പെട്ടവര് ആ സഹോദരിയൊക്കെ വേറെ എവിടെയോ പോയിട്ട് വന്നതാ. എന്നാലും നിന്നല്ലോ ഇത്ര നേരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നഷ്ടമല്ല, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അല്പസമയം എല്ലാവരും ഇന്ന് രാത്രി ശബ്ദിക്കുന്ന ഈ കൂട്ടായ്മകൾ കൂടിയ സകലരെയും അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. ഒരർത്ഥം ഭരിക്കത്തില്ല, ഒരു ബാലകിന്റെ കൂടാരത്തിൽ അടിക്കത്തില്ല. ദൈവത്തിന്റെ മകത്തെ ദൈവത്തിന് യേശുവനാണ്. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തിന് മതിലകളിക്കണം.
ഇതുവരെയും എന്നെ ശ്രദ്ധിച്ച ഈ ഭവനത്തിന്റെ അങ്കണത്തിലും സമീപ സ്ഥലത്തും സമീപ ഭവനങ്ങളിലും ഒക്കെ ഇരുന്ന് ശ്രദ്ധിച്ച, ഓൺലൈനിൽ ശ്രദ്ധിച്ച എല്ലാ ബഹുമാനരായ പ്രിയപ്പെട്ടവർക്കും നന്ദി. വാത്സല്യ പിതാക്കന്മാർക്കും നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ.